ആറുകൊണ്ടുണ്ട ഞങ്ങളെ പ്രൗഢി ഞങ്ങളെ മഹത്വം ഞങ്ങളെ വസ്ത്ര അല്ല, ഞങ്ങളെ മഹത്വം ഞങ്ങളെ പൈസ അല്ല, ഞങ്ങളെ മഹത്വം ഞങ്ങളെ ചന്ത അല്ല, ഞങ്ങളെ മഹത്വം എന്തുകൊണ്ടുണ്ട കുറെ പ്രോഗ്രാം ആക്കുന്നതല്ല, ഞങ്ങളെ മഹത്വം ഞങ്ങളെ റായത്ത് വലിയ വലിയ പള്ളി വേണ്ടതല്ല. അപ്പുറത്ത് 1 കോടിയുടെ പള്ളി ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് 2 കോടിയുടെ പള്ളി വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കട. ഇതൊന്നും ലോകത്ത് മഹത്വമല്ല. മുസ്ലിമീങ്ങളെ ഇസ്സത്ത് എന്താണ്? നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഉമ്മമാരെ ഞങ്ങൾ ആൽച്ചനാക്കുകൊള്ളെങ്കെത്ത വിസിയ ഞങ്ങൾ ഖൗമാണ്. ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു ഞങ്ങളെ ഇസ്സത്താക്കിയത്. ഞങ്ങളെ ഇസ്സത്ത് ഇസ്ലാമാണ്, ഞങ്ങളെ ഇസ്സത്ത് ഈമാനാണ്. ഐനൽ ഈമാൻ, ആ ഈമാൻ എവിടെ ഉണ്ട്? ആ ഇസ്ലാം ഞങ്ങളെ മുട്ട ഉണ്ടാ നാണ് ചക്കാക്കണ എനിക്കെത്തൊരു വിഷയമാണ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു ഇസ്സത്ത് തന്നെ എനിക്കെത്തൊരു സമൂഹമാണ് ഞങ്ങൾ. അതുകൊണ്ട് അതല്ലാത്ത ഒന്നുകൊണ്ട് ഞങ്ങൾ ഇസ്സത്ത് തേടിയാണ്ടായെങ്കിൽ അതല്ല അല്ലാഹു ഞങ്ങളെ നിസ്സാറാക്കട. അല്ലാഹു ഞങ്ങളെ എന്തും വേണ്ടാത്ത ആൾമാരെ പോലെ ആക്കട. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഞങ്ങൾ ഒരിക്കലും യൂറോപ്യൻ സംസ്കാരത്തെ ബാക്കിൽ പോകുള്ളെങ്കിൽ ആൾമാരല്ല. ഏതോ ആൾമാർ എന്തോ ആക്കിയാറും ചെല്ലുമ്പോ നന്റെ ഔത്തുലും അത് ഞാൻ കൊമ്പറകൊള്ളെങ്കെത്ത ആളല്ല. ഇസ്ലാം ചെന്നെങ്കിൽ സംസ്കാരങ്ങളെ കൊണ്ട് നിറഞ്ഞെങ്കെത്ത ധർമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നമുക്ക് വഴിപാടി തന്ന് ഇന്നൊരുത്ത കോളേജിൽ പോയാൻ ചെന്നെങ്കിൽ അവന് ഗേൾ ഫ്രണ്ട് ഉള്ള അവന് ഗേൾ ഫ്രണ്ട് കൈ കൊടുക്കണു. ഓഫീസിൽ പോയാണ്ടായെങ്കിൽ ഏതോ ഒരു പെണ്ണ് അവൻ കൈ കൊടുക്കണു. അതുപോലെ കോളേജിൽ പോകുമ്പോ ഹിജാബ് ഇടാണ്ട് പോണു. ഹിജാബ് ഇട്ടിട്ട് പോകു പറ്റിയെങ്കിൽ കോളേജ് എത്ര ഇന്നെങ്കും ഞങ്ങളെ മുസ്ലിമീങ്ങളിൽപ്പെട്ട കുറെ ആൾമാർ നേതാക്കന്മാർ ആ കോളേജിൽ പെൺമക്കളെ കടത്തില്ലേ. അങ്ക് ഇതേ കോളേജിൽ ഞങ്ങൾ മക്ക പോണു. ആ കോളേജിൽ പോയെങ്കിൽ ജുമാനിസ്കാര കിട്ടില്ല. ഇപ്പുറത്ത് ജുമാനിസ്കാര കിട്ടെങ്കെത്ത സ്കൂളുണ്ടോ അതൊക്കെ ഞാൻ കടത്തില്ലേ. എന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് ഫലസ്തീനിക്ക് ഞാൻ തുറന്നുകൊണ്ടുള്ളേ. എവിടെയാണ് ഇസ്ലാം? എവിടെയാണ് ഈമാൻ? ഐനൽ ഈമാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ എവിടെയുണ്ടോ? സഹോദരന്മാരെ, ഗാസത്തിലുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടുള്ളാർ. ಅದರ ಬಗ್ಗೆ വിശാലമായി നാം ചൊല്ലണോണ്ടില്ല. ഇണ്ട് 2-3 വീഡിയോകൾ ഞാൻ നോക്കിയ പലതും നോക്കുകയാവില്ല. പാവപ്പെട്ട ചെറിയ മക്കളെ കൊല്ലുടെങ്കത്തെ ഒരിക്കലും ലോകത്ത് ഒരാളും ആക്കാത്തെങ്കത്തെ വളരെ ക്രൂര മനസ്സ് നിറഞ്ഞെങ്കത്തെ ആൾമാർ. ഈ അടുത്തൊരാൾ അൽ ജസീറത്തെ ടിവി റിപ്പോർട്ടർ അയാളെ പ്രിയപ്പെട്ട ഭാര്യയും ഒരു മോളും പുള്ളിയും മരണപ്പെട്ടു പോയ. അങ്ങനെ ഓരോ കുടുംബം നിരന്തരമായി എല്ലാവരും മരണപ്പെടുന്നൊരവസ്ഥയാണ്. ഒരു വീഡിയോയിൽ നോക്കുമ്പോ ഒരു ഫലസ്തീനി വറദികാര അയാളെ 4 മക്കളാണ് മരണപ്പെട്ടു പോയോണ്ടുള്ളത്. അയാളെ ചെറിയ കിടാവുടെ മയ്യത്തര കയ്യിലെടുത്ത് അയാൾ ചുംബിച്ചുകൊണ്ടുണ്ട്. ഒരു ഉമ്മ ആ ഉമ്മയുടെ പ്രിയപ്പെട്ട കിടാവ് മരണപ്പെട്ടു പോയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നാണും മരിക്കിടേണ്ടയിമ ചെന്നുകൊണ്ടുണ്ട്. 2000 നടന്നെങ്കത്തെ നിരന്തരമായ അക്രമങ്ങൾ. ഒരു പ്രിയപ്പെട്ട ബാപ്പ, ആ ബാപ്പയുടെ മുന്നിൽ ഒരു 13 വർഷത്തെ ചെറിയ കിടാവ് ഇങ്ങനെ തെച്ചിട്ടുണ്ടു. ഇസ്രയേലിലെ സിയോണിസ്റ്റ് ഭീകരന്മാർ തോക്കു പിടിച്ചിട്ട് ഇങ്ങനെ ആ കിടാവുടെ കൊല്ലുകയാണ് നോക്കിക്കൊണ്ടുള്ളത്. ബാബ എത്രയും കൊല്ലണ്ടാൻ ചെന്നെങ്കിലും ആ വെടിയങ്ങ് വന്നിട്ട് ഈ കിടാവുടെ കൊന്നുപൊട്ടുത്തു. ഇതെല്ലാം നോക്കുമ്പോ മാനവീയത്തെ ഉള്ള ആൾമാർ, ഈമാൻ വേണോണ്ടില്ല, മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കുകയാവാത്ത അവസ്ഥയാണ്. അപ്പൊ ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ളേ, ഗാസത്തിലുള്ള മുസ്ലിമീങ്ങൾ അല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോ ഞങ്ങൾക്കൊരിക്കലും സന്തോഷിക്കുകയാവില്ലേ, കൊസികൊള്ളുകയാവില്ലേ. ഞങ്ങളെ കൽബുൽ ഈമാനുണ്ടായെങ്കിൽ ഞങ്ങളെ കൽബ് പടക്കണു. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, ഒരു സത്യവിശ്വാസി പിന്നൊരു സത്യവിശ്വാസിക്ക് അതൊരു ബിൽഡിംഗ് പോലെയാണ്. ബിൽഡിംഗ് ഓരോ ഇട്ടികയും പിന്നൊന്നു താങ്ങാൻ പരസ്പരം കൂടിയിട്ടാണ് അത് നിക്കടെ. അതുപോലെ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ വേണോണ്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നോണ്ടുണ്ട്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് ഹിജ്റ 6ನೇ ശതമാനത്തിൽ അഥവാ 12ನೇ ശതമാനത്ത് ആ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ കൈക്ക് കൊമ്പന്നു കൊടുക്കും.
ಅದಕ್ಕೆ ಮುನ್ನಲ್ ನೂರುದ್ದೀನು ಜಂಗಿ ಜೊಳ್ಳೆಂಕೆತ್ತ ರಾಜಾವು നിരന്തരമായ ಹೋರಾಟത്തിലൂടെ ഞാൻ ആ സംഭവം ഇപ്പോൾ വിശദീകരിക്കുന്നതല്ല. സലാഹുദ്ദീൻ അയ്യൂബീൻ ജൊള്ളെങ്കത്തെ ലോക നേതാവ്, അയാൾ ഒരു കുർദിയാണ്. പക്ഷേ അയാൾ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ കയ്യിൽ കൊടുക്കുമ്പോ ചരിത്രം ചൊല്ലു എത്ര വ്യക്തമാണ്, എത്ര സ്പഷ്ടമാണ്. അതുവരെ ആ ബൈത്തുൽ മുഖദ്ദസിലെ മുസ്ലിമീങ്ങളെ കയ്യിലെ എടുത്തെങ്കത്തെ ആൾമാർ ശത്രുക്കൾ അവിടെ രക്തത്തെ പൊലയാണ് ഉണ്ടാക്കിയത്. നെഹ്റു അടക്കം അയാളെ ബുക്കിൽ എഴുതി വെച്ചത് കുതിര ഇങ്ങ് പള്ളിയുടെ ഉൾക നടക്കുമ്പോ അതിന്റെ കാൽ വരെ രക്തമിത്തുണ്ടാണ്. ആ രൂപത്തിൽ രക്തത്തെ പൊലവൽക്കെങ്കത്തെ ആൾമാർ അങ്ങളെ കൈയുടെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ കയ്യിലെടുക്കുമ്പോ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ജൽഡങ്കത്തെ റളിയല്ലാഹു അൻഹു ലോക നേതാവ്, ആ വലിയ മഹാൻ, അയാൾ ഒരിക്കലും രക്തത്തെ പൊലവൽക്കോടെ വിട്ടുള്ള പാവപ്പെട്ട ക്രിസ്തു ധർമ്മത്താൽമാറാവട്ടെ ആരുമാവട്ടെ അങ്ങളെ ഒരിക്കലും തൊടുകുതീറ നിരപരാധികളെ തൊടുകുതീറാൻ ചെന്നിട്ട് അയാൾ വരെ ചെന്നത് ലോക ചരിത്രത്താൽമാർ എഴുതി വെച്ചാർ. ആ സലാഹുദ്ദീൻ അയ്യൂബി ചെന്നെങ്കത്തൊരു പലക്കൈന്ത് ഞാൻ എങ്ങനെ ചിരിക്കും, ഞാൻ എങ്ങനെയാണ് ചിരിക്കണോ? ബൈത്തുൽ മുഖദ്ദസ് ശത്രുക്കളെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഞെരിഞ്ഞുകൊണ്ടുണ്ടോ? ആ സമയത്ത് നക്ക് സന്തോഷിക്കുകയോണ്ടില്ലേ, നക്ക് ചിരിക്കുകയോണ്ടില്ലാണ്ട് അയാൾ ചെന്നോണ്ടുള്ളേ. വീണ്ടും പാവപ്പെട്ട ഗാസത്തെ മുസ്ലിമീങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെട്ടോണ്ടുള്ളാർ. ഫലസ്തീൻ ചെല്ലുമ്പോ അത് അങ്ങളെ മാത്രം പ്രശ്നമല്ല, ലോകത്ത് ഈമാനുള്ളെങ്കത്തെ ആൾമാരെ മനസ്സ് നൊമ്പലാവുന്ന എങ്കത്തെ വിഷയമാണ്. കാരണം ആ ഫലസ്തീനൊട്ടിಗೆ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് ബന്ധമുണ്ട്. ഇണ്ട് പ്രയാസങ്ങൾ നടക്കണെങ്കത്തെ ഗാസ 23 ലക്ഷത്തോളം ആൾമാർ നിറങ്ങെങ്കത്തെ ഒരു ഓപ്പൺ ജയിലാക്കി മാറ്റിടാർ. ആ ഗാസത്തിലാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. രണ്ടാമത്തെ വർഷത്തിൽ ഷാഫി ഇമാമുടെ ഉമ്മ ഔഡർ എടുത്തിട്ട് മക്കത്ത് കാണുപോണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഹാഷിം ചൊല്ല ഒരാൾ അവിടെയാണ് മരണപ്പെട്ട് കിടക്കുന്നത്. ഗസ്സത്തു ഹാഷിം ചൊല്ല പേരിലാണ് അറിയപ്പെടുന്നത്. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ഖുറൈശിങ്ങ മക്കത്തെ കഅബത്തെ കാത്തുകൊണ്ടിരുന്നെങ്കത്തെ ഖുറൈശിങ്ങക്ക് അങ്ങ് 2 ടൈമിൽ യാത്ര പോയോണ്ടിരുന്നാർ. ഒന്ന് ചൂട് ടൈമിൽ പോയോണ്ടിരുന്നാർ, പിന്നൊന്നു നല്ല ചളിയുള്ളെങ്കത്തെ ടൈമിൽ കച്ചവടത്ത് യാത്ര പോയോണ്ടിരുന്നാർ. റിഹ്ലത്തശ് ശിതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ളെങ്കത്തെ സൂറത്താണ്. റിഹ്ലത്തശ് ശിതാ ഈ തണുപ്പ് കാലത്ത് ഈ ഗസ്സത്തും ഷാം ഭാഗത്ത് കാണാൻ പോയോണ്ടിരുന്നു. സ്വൈഫ കാലത്ത് യമൻക്ക് പോയോണ്ടിരുന്നാർ. ഞാൻ ഇതെന്തിക്ക് ചൊന്നെങ്കിൽ എത്രമോ സമയങ്ങൾ മക്കത്തുള്ളെങ്കത്തെ ഖുറൈശിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തെങ്കത്തെ റായാണ്. ആ ഫലസ്തീൻ ഗാസ പ്രയാസപ്പെടുമ്പോ ഈമാനുള്ള ആൾമാരെ മനസ്സങ്ങ് നൊമ്പലായോണ്ടും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മസ്ജിദുൽ അഖ്സ ഫലസ്തീന്റെ ചുറ്റും ബർക്കത്ത് ആക്കിടാണ്ട് പരിശുദ്ധ ഖുർആൻ 5 വട്ടാണ് ചെന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഞങ്ങൾ ബർക്കത്താക്കിയെങ്കത്ത ജാഗയാണ് ഫലസ്തീൻ. ഖുർആനിൽ 5 വട്ടം ഞങ്ങൾ ബർക്കത്താക്കിയെങ്കത്ത ജാഗയാണ്. ಅದರ ಬಗ್ಗೆ ചെന്നുകൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ട് കിടക്കണെങ്കത്തെ ജാഗ, ആ ഇബ്രാഹിം അലൈഹിസ്സലാം യാത്ര വന്നെങ്കത്തെ ജാഗ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ പോയെങ്കത്തെ ജാഗ, സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനാത്ത് ബനു ഇസ്രായേലിനെയും കൊണ്ട് നടക്കുമ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം പണ്ട് റൂഹ് പിടിക്കോവനായി. ആ സമയത്ത് ഈ ബനു ഇസ്രായേൽ ഇങ്ങ സമയില്ലേ, നിങ്ങളെ നന്നാക്കാണ്ട് ഫലസ്തീനിಗೆ എത്തുവാട്ടുകാവില്ല, വാഗ്ദത്ത ഭൂമിಗೆ എത്തുവാട്ടുകാവില്ല. ഇണ്ടത്തെ ബനു ഇസ്രായേൽ നങ്ങാണ്ട് ചൊല്ലെങ്കത്തെ ആൾമാരെ ഒരിക്കലും അങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നബിയായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങളെ ഖുദ്സ് ഭൂമിക്ക് എത്തുവാട്ടിയിട്ടില്ലേ. അങ്ങ് തൂർ സീനായി മറുഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നാർ. ആ സമയത്താണ് അസ്രായിൽ അലൈഹിസ്സലാം പണ്ട് റൂഹ് പിടിക്കൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുണ്ട്. റൂഹ് പിടിക്കൂ വന്നപ്പോ മൂസ അലൈഹിസ്സലാമുടെ റൂഹ് പിടിക്കൂ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം അടിച്ചിന്താണ്. എന്തിനാണ് നിങ്ങൾ വന്നത്? അസ്രായിൽ അലൈഹിസ്സലാം മനുഷ്യരുടെ രൂപത്താണ് വണ്ടേ. എന്തിക്ക് നിങ്ങൾ വന്നാറ്? എന്റെ സന്ദർശിക്കൂ വന്നരമാ അല്ല, ഞാൻ റൂഹ് പിടിക്കുകയാണ് വന്നരേ. ഒരു അടി കൊടുത്തുകൊണ്ടാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാം. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കണമെങ്കിൽ ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. അങ്ങനെ കണ്ണു നൊമ്പലൈത്ത് അല്ലാഹുടെ മുട്ട വൈത്ത്
റബ്ബേ മരിക്കുക ഇഷ്ടയില്ലാത്ത ഒരാളെ മുട്ടമാ നല്ല കടത്തിരെ സയ്യിദുന മൂസ അലൈഹിസ്സലാമുടെ ആഗ്രഹം എന്താണെന്ന് പോയി കേക്കറു മരിക്കുക ഇഷ്ടയില്ലെങ്കിൽ ആയുസ് കൊടുക്ക നിങ്ങൾ പോയിട്ട് ചെല്ലണോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ എതിരിൽ ഒരു പോത്തുടെ മേൽ ഇങ്ങനെ കൈവെക്കുമ്പോ എത്ര മുടിയാണ് ഈ കൈയുടെ ഉൾഗബണ്ടേ എത്ര മുടി വരൂ കയ്യും കണക്കുമില്ലാത്ത എത്ര മുടി വരും അത്രയും വർഷം മൂസാ നബി അലൈഹിസ്സലാം ആയുസ് കൊടുക്കാണ്ട് ചെല്ലറോ അങ്ങനെ അസ്രായിൽ അലൈഹിസ്സലാം പോയിട്ട് ചെന്നപ്പാ മൂസാ അലൈഹിസ്സലാം കേക്കിട് അത്രയും വർഷം ആയുസ് കിട്ടിയിട്ട് പിന്നെ മരണമേ മരിക്കാണ്ടിക്കോ ലോകത്ത് ഒരാൾക്കും സാധ്യയില്ലല്ലേ എങ്കിൽ നന്റെ ഇപ്പമേ മരിപ്പാട്ടു പക്ഷേ ഒരു കണ്ടീഷൻ എന്തേലും ചൊന്നെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് നന്റെ മരിപ്പാട്ട് കുതിറ നന്റെ ഖുദുസ് ഭൂമിയുടെ മുട്ടടുപ്പിക്കണോണ്ടാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖുദുസിൽ നിന്നിട്ടൊരു കല്ലെറിഞ്ഞെങ്കിൽ എത്ര ദൂരം എത്തുക ആ ജാഗയിൽ നന്റെ റൂഹ് പിടിക്കണു അവിടെ നന്റെ ദഫനാക്കണോണ്ടാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബി നന്റെ ഇസ്റാ നടത്തിയെങ്കെത്ത ജാവു മക്കത്തെ മസ്ജിദുൽ അഖ്സത്ത് ഇസ്റാ നടത്തിയെങ്കെത്ത ജാവു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ ഖബറിനെ മുട്ട ഞാൻ പോയേ ഒരു ചുവന്ന കുന്നുര മുട്ടാണ് മൂസാ നബി അലൈഹിസ്സലാമുടെ ഖബർ നിങ്ങൾ അവിടെ ഇന്നരംഗ ഞാൻ കാട്ടിത്തരത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫിൽ ഖബർ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടേണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കടക്കടങ്കെത്ത മണ്ണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമുടെ മസ്ജിദുൽ അഖ്സത്ത് ഇസ്റാ നടത്തിയെങ്കെത്ത മണ്ണാണ് വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി എല്ലാ അംബിയാക്കന്മാർക്കും ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചെങ്കെത്ത മണ്ണാണ് ഖുദുസ് ഭൂമി ആ ഖുദുസറയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോണ്ടേ അവിടെ ഖുബ്ബത്തുസ് സഖ്റാ ഉണ്ട് ബുറാഖ് കെട്ടിവെച്ചെങ്കെത്ത മതിലുണ്ട് ആ മതിലുടെയാണ് ഇണ്ട് വിലാപ്പ മതിൽ ചെന്നിട്ട് യഹൂദ്യർ വന്നിട്ട് തങ്ങളെ തലയടിച്ചിട്ടും വിലാപ്പാക്കിക്കൊണ്ടുള്ളേ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് പുനർനിർമ്മാണാക്കിയെങ്കെത്ത പള്ളിയാണ് മസ്ജിദുൽ അഖ്സ ഈ ഭൂമിയിൽ ഒന്നാമതുണ്ടായ പള്ളി ഏതെന്ന് കേട്ടെങ്കിൽ അത് മസ്ജിദുൽ ഹറാം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ ആദ്യമായി ലോകത്ത് ഉണ്ടായെങ്കെത്ത പള്ളി അത് മക്കത്തുള്ളെങ്കെത്ത മസ്ജിദുൽ ഹറാമാണ് അത് നിർമ്മാണാക്കരുത് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് ലോകത്തുണ്ടായെങ്കെത്ത പള്ളി ഏതെന്ന് കേട്ടെങ്കിൽ അത് മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ ഹറാം ഉണ്ടാക്കിയിട്ട് 40 വർഷം കഴിഞ്ഞാൽ പിന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീന്റെ മസ്ജിദുൽ അഖ്സ ഉണ്ടാക്കടെ അപ്പൊ ഇങ്ങനെ ചൊല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സത്തെയും ഫലസ്തീന്റെയും മഹത്വം വർണ്ണിച്ച് തീർക്കുകയാവാത്തതാണ് ബാറക്കനാ ഹൗല അതിനെ ചുറ്റും ഞങ്ങൾ ബർക്കത്താക്കിയാൻ ചെന്നപ്പ ഇമാം റാസി റഹിമഹുല്ലാ അതൊക്കെ വ്യാഖ്യാനം എഴുതരുത് അവിടെ മഹാന്മാരായ അമ്പിയാക്കന്മാരെ ഖബറുങ്ങ ഉണ്ടു അതാണ് ബർക്കത്തരെ ഒരു കാര്യം പിന്നൊന്നു മലായിക്കത്ത് ഇറങ്ങി വണ്ടെങ്കെത്ത ജാഗയാണ് പിന്നൊന്നു നല്ല തിമാർ പഴവർണ്ണങ്ങൾ ഉള്ളെങ്കെത്ത നല്ല തേനും പാലും ഒരു കാലത്ത് ഒൽക്കിയെങ്കെത്ത ജാഗയാണ് ഫലസ്തീൻ മിഡിൽ ഈസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ജാഗയായതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും അത് ഞങ്ങൾക്ക് വേണമെന്ന് ചെന്നിട്ട് പണിയെടുത്തുകൊണ്ടുള്ളേ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ഈ ഫലസ്തീൻ ആയിരക്കണക്ക് വർഷങ്ങളായിട്ട് മുസ്ലിമീങ്ങൾ താമസിച്ചു വണ്ടെങ്കെത്ത ജാഗയാണ് അവിടെയാണ് ഈ അടുത്തൊരു ചെറിയ ദാളി ഇപ്പുറത്താൾമാറാക്കിയപ്പ സുബ്ഹാനല്ലാഹ് ഇസ്രായേൽ യുദ്ധത്തിന് തുടങ്ങിയിട്ട് ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോയോണ്ടുള്ളേ ലോകത്ത് എല്ലാ കണ്ണും കാതും ഹൃദയവും പൊട്ടിയെങ്കെത്ത മീഡിയ ലോകത്തെ നേതാക്കന്മാർ അങ്കാണ് സപ്പോർട്ടാക്കിയോണ്ടുള്ളേ അങ്ങ് ചെല്ലെ ഞങ്ങൾക്ക് സ്വന്തം ഡിഫൻസുകളുടെ അധികാരമുണ്ട് അതുകൊണ്ട് ഇങ്ങളെ നാശാക്കണു ചെന്നിട്ട് ഏത് ആൾമാരെ നാശാക്കണു ചെന്ന് പുറത്തായിട്ട് ഞങ്ങളെ നാശാക്കുക അയോണ്ടില്ലേ പാവപ്പെട്ട മക്കാണ് മരിച്ചു പോകുന്നോണ്ടുള്ളേ 5000-ഓളം മക്കളെ കൊന്നാറ് ലോക ചരിത്രത്തിൽ ഇതുപോലത്തെ ക്രൂരിങ് ആരാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അമേരിക്കയും ബാക്കിയുള്ള ആൾമാർ യൂറോപ്പും സപ്പോർട്ടാക്കിയിട്ട് ആ അമേരിക്കത്തെ സാക്കുനായി അയങ്കത്തെ ഇസ്രായേൽ ലോകത്തെ തമ്മാടി രാഷ്ട്രമാണ് ആ രാഷ്ട്രമാണ് പാവപ്പെട്ട മക്കളെ കൊന്നുകൊണ്ടുള്ളേ ലോകത്ത് ഇതാർക്കാണ് സഹിക്കുക സാധ്യം ഉമ്മമാരെയാണ് കൊന്നുകൊണ്ടുള്ളേ നിരപരാധികളെയാണ് കൊന്നുകൊണ്ടുള്ളേ എന്നിട്ട് ചെന്നുകൊണ്ടുള്ളേ ഇങ്ങാണ് ഭീകരന്മാർ ആര് ലോകം കാണാത്തെങ്കത്തെ ആൾമാർ ജനിച്ചു പൂന്നെങ്കത്തെ പ്രിയപ്പെട്ട മക്കളെ കൊന്നുകൊണ്ടുള്ളാർ ഹോസ്പിറ്റലുകൾ ദാളിയാക്കിക്കൊണ്ടുള്ളാർ
ആംബുലൻസിനെ നശിപ്പിച്ചുകൊണ്ടുള്ളാർ, അഭയാർത്ഥി ക്യാമ്പ് താളിയിട്ടുകൊണ്ടുള്ളാർ. ലോകത്തൊരു ക്രൂരിയും ആക്കാത്തതാണ്. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നിങ്ങൾ കേട്ടു നോക്കൊരു ലോകത്തെ ഏറ്റവും വലിയ ക്രൂരി ആരുണ്ട് കേട്ടെങ്കിൽ ഇന്ത്യത്തെ ഇസ്രായേൽ പ്രസിഡന്റ് പേര് ചെൽഡാറ്, അങ്ക് സപ്പോർട്ട് ആക്കണമെങ്കിൽ അമേരിക്കത്തെ പ്രസിഡന്റ് പേര് ചെൽഡാറ്. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ആ രൂപത്തിൽ നശിപ്പിച്ചുകൊണ്ടുള്ളാർ, ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ളാർ. 1948 ബ്രിട്ടൻ അവിടെയാണ് കൊമ്പന്നിട്ട് യഹൂദ്യന്മാരെ തെപ്പാട്ടെ. എവിടെ മുസ്ലിമീങ്ങളെ നടുൽ കൊമ്പന്ന് തെപ്പാട്ടിയാർ. ഇന്ത്യത്തെ പോകുമ്പോ ഇന്ത്യത്തെ 2 പീസാക്കി പോയാർ. ഇന്ത്യ പാകിസ്ഥാന എന്തിക്ക് നിങ്ങൾ ഫിസിക്കലി പോയാണ്ടായെങ്കും നിങ്ങൾ തമ്മിൽ അടിച്ച് മറുകിട്ടണു, നിങ്ങൾക്കൊന്നും ഇല്ലാത്ത പോലെ ആവണു ചൊല്ലെങ്കിത്തെ യൂറോപ്യൻ മനസ്സാണ്. അതേ മനസ്സ് ഒന്നനെ മഹായുദ്ധ കഴിഞ്ഞാൽ പിന്നെ അറബിങ്ങൾക്ക് കുറെ റായത്തെ ഓതിയാക്കി കൊടുത്താറ്. എന്നിട്ടോ 1947 ഫിലസ്തീൻ മണ്ണിടെ അങ്ങ് പോയില്ലേ. 48 ഫിലസ്തീന്റെ ജണ്ട് ഓതിയാക്കിയിട്ട് ഇസ്രായേൽ ഫിലസ്തീൻ ചൊന്നിട്ടാക്കിയാർ. എന്നിട്ടോ അണ്ട് മുതൽ ഇണ്ട് വരെ നിൽക്കാത്ത നിരന്തരമായ അക്രമമാണ്. ബുൾഡോസർ കൊമ്പന്നിട്ട് എത്ര പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഔത്തയാണ് നശിപ്പിച്ച്. സുബൈക്ക് സ്വർത്തുക പോയെങ്കിത്ത ഫിലസ്തീൻ അയാൾ അസർഗങ് ഔത്തുക പറമ്പ. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, അവണക്ക് അവയില്ലേ, അങ്കൊന്നുമില്ലേ, റായെല്ലാം നശിപ്പിച്ചാർ. ഇത്ര ചെറുതാണ് ആ രാഷ്ട്രം. ഇന്ന് ഇന്ന് ഫലസ്തീൻ ഒന്നുമല്ല, എല്ലാം തിണ്ടുവെച്ചാർ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ളേ, ഈ സമയങ്ങളിലെല്ലാം ലോകരാഷ്ട്രങ്ങൾ അക്രമികളൊട്ടികയാണ് കൂട്ടുനില്ലോണ്ടുള്ളേ. അക്രമം ആക്കടെങ്കിൽ താൽമാറൊട്ടികയാണ് കൂട്ടുനില്ലോണ്ടുള്ളേ. അമേരിക്കത്തെ സമാധാനത്തിന് വേനായിട്ട് നൊബേൽ പ്രശസ്തി എടുത്തുകൊണ്ടുള്ളാർ. നൊബേൽ പ്രശസ്തി ഏത് റായത്ത് ആൽമാറുകാണോ കിട്ടേ, ആ റായത്തെയാണ് 100 കണക്കിൽ ബോംബർ വിമാനങ്ങൾ പോയിട്ട് പാവപ്പെട്ട ഉമ്മമാരെ കൊന്നുകൊണ്ടുള്ളേ. ഞാൻ ഇത് എന്തികൂടെ നനപ്പാക്കിയാൻ ചെന്നെങ്കിൽ ഞങ്ങൾ നല്ല സന്തോഷത്തിലുള്ള, ഞങ്ങൾ നല്ല കൊസിലുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്കാക്കുക തീർന്നത് അങ്കുള്ള ദ്വാ മാത്രാണ്. അങ്കുള്ള ദ്വാ മാത്രാണ്. കേട്ടു നോക്കുറൂല. ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേനായിട്ട്, നിരപരാധികൾക്ക് വേനായിട്ട് ഞങ്ങൾ തെരലു നിന്നിട്ടൊരു പ്രതിഭടനാക്കാണ്ട് കേട്ടു നോക്കിയെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റും കൂടെ സമ്മതിക്കാലെ. അങ്ങനെ പ്രതിഭടനാക്കിയോണ്ടേ ഭയോത്പാദക്കാണ്ട് ചെല്ലു. അതിനർത്ഥം ലോകം കരുണയില്ലാത്ത ഇങ്ങനത്തെ റക്കസന്മാരൊട്ടികയാണ് നിന്നോണ്ടുള്ളേ. ആ സമയത്ത് നക്കെന്താക്ക, നിങ്ങെന്താക്ക, ഈ റായത്തുള്ള ആൾമാർക്ക് എന്താക്ക, ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേനായിട്ട് ദ്വാർക്ക. ഈ ലോകത്തുള്ള സർവ്വനാശം പിടിച്ചെങ്കിച്ച ആൾമാരും ഇല്ലാണ്ടായി പോണു. ഇത് വെറും ഗാസത്തെ മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോ മാത്രം ഞങ്ങൾ ചെല്ലെങ്കെത്ത വിഷയമല്ല. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴും ഞങ്ങൾ ചെന്നറ. ഒരിക്കലും അത് പാടില്ല. യുദ്ധാൻ ചൊല്ലൽ ലോകത്തൊരു സമാധാനവും ഉണ്ടാക്കില്ലേ, നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കണേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബോംബിട്ട് ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ആൾമാരെ കൊന്നാർ. സിറിയത്തിൽ എത്ര ലക്ഷാൾമാരെയാണ് കൊന്നേ, ഇറാഖിൽ എത്ര ലക്ഷാൾമാരെയാണ് കൊന്നേ. ഇന്തും കൊന്നുകൊണ്ടുള്ളാർ. ഐലൻഡ് കുർദീൻ ചൊല്ലെങ്കെത്ത പ്രിയപ്പെട്ട കിടാവ് മെഡിറ്ററേനിയൻ സീഡമൊന്നൽ മരിച്ചു കിടന്നത് നമുക്ക് എല്ലാവർക്കും മറക്കാത്ത ചിത്രാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞങ്ങളൊരു ചെറിയ കിടാവും ആ കിടാവുടെ പൂച്ച കടിക്കോ വന്നിട്ടുണ്ടായെങ്കിൽ, നായി ഓടുവാട്ടിയോണ്ട് വന്നിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എത്ര ബേജാറാവൂടും, ഞങ്ങൾക്ക് എത്ര പ്രയാസാവൂടും. എന്റെ വൈഫ് ഇന്നലെ ചെന്നാല് 12 ഗണ്ട ജാവ് 1 ഗണ്ട ജാവ് കറണ്ട് പോയിട്ട് എന്റെ കിടാവ് പിന്നെ ഉറങ്ങിയിട്ടില്ലേ. ആ കിടാവ് ഇങ്ങനെ തെച്ചിട്ട് കറണ്ട് പോയപ്പോ ഞങ്ങളെ മക്കൾക്ക് വർക്ക് വന്നോണ്ടില്ലേ, ഫാൻ ഇല്ലാണ്ട് ഞങ്ങളെ മക്കൾക്ക് വർക്ക് വന്നോണ്ടില്ല അല്ലേ. എങ്കിൽ ഗാസത്തെ മുസ്ലിമീങ്ങൾക്ക് കറണ്ട് അല്ല, അങ്ക് തിന്നുകെന്തു ഇല്ലേ. കോടിക്കണക്കിൽ വില ഉള്ളെങ്കത്തെ മിസ്ക് കസ്തൂരി സുഗന്ധത്തെ മനത്താട്ടി ഗാസത്തെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഇഷ്ടയന്ത്രേണ്ടി കേട്ടെങ്കിൽ ഒരു 10 മണാണ്, ഒരു റൊട്ടിയുടെ മണം അങ്ക് കസ്തൂരിരാട്ടി ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ഞങ്ങളെ റായത്ത് ഇലക്ട്രിസിറ്റി ഇല്ലേ, ഞങ്ങളെ റായത്ത് ഹോസ്പിറ്റലില്ലേ. സുബ്ഹാനല്ലാഹ്, ഗായായെങ്കെത്ത ആൾമാരെ നേരിട്ട് ഓപ്പറേഷൻ ആക്കണെങ്കെത്ത ഒരവസ്ഥയാണ്. ഈ ഉമ്മമാരെയാണ് ഞങ്ങൾ നെനപ്പാക്കണേ. ഞങ്ങൾ ദ്വാർന്നറാമ, ഞങ്ങൾ സുബൈക്ക് ಬೇಗ എഞ്ചിരാമ, 4 ಗಂಟೆಗೆ എഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഞങ്ങൾ ദ്വാർന്നറാമ. നന്റെ ಬಗ್ಗೆ നാണൊന്ന് കേൾക്കണു. ഏതെങ്കിലും ഒരു നാൾ ഒരു സുന്നത്ത് നോമ്പ് നേർച്ചയാക്കി വെച്ചിട്ട് ഈ പാവപ്പെട്ട ആൾമാർക്ക് ദ്വാർക്കൂ എന്നെ കൊണ്ടായിടാ. നാണ് നന്റെ സമസ്യയിലേ ഉള്ളേ, നാൻ തർക്കത്തിലേ ഉള്ളേ, ഗലാട്ടിലേ ഉള്ളേ, നാൻ ഗ്രൂപ്പ് ആക്കിയോണ്ടേ ഉള്ളേ, പ്രയാസങ്ങൾ സൃഷ്ടിച്ചോണ്ടേ ഉള്ളേ. എന്തേ? നാൻ വലിയ നിയമത്തിലുള്ളല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിയമത്തെ എല്ലാം ഇല്ലാണ്ടാക്കൂ. റബ്ബ് ഒരു
സെക്കൻഡുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്ത് ലോകത്തെ ഏറ്റവും വലിയ അശക്തൻ ആരുണ്ട് കേട്ടെങ്കിൽ അഅ്ജസുൽ മുഅ്മിനീൻ ഏറ്റവും വലിയ അശക്തൻ ആരുണ്ട് കേട്ടെങ്കിൽ മൻ അജസ അനി ദുആ ദുആർക്കാതെങ്കത്ത ആളുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീരാത്ത ആളാണ് എനിക്കോ തീരാത്ത ആളാ ഹോസ്പിറ്റലിൽ കിടന്നെങ്കത്ത ആളാ കിഡ്നി രോഗിയാ അല്ലെങ്കിൽ ഹാർട്ട് രോഗിയാ ആരാണ് അശക്തൻ അശക്തൻ ആരുണ്ട് കേട്ടെങ്കിൽ ദുആർക്കാതെങ്കത്ത ആളാണ് ഇണ്ട് പലപ്പോഴും നമുക്ക് ദുആർക്ക് ബുർസത്തില്ലേ ദുആർക്കിടങ്കത്ത ആൾമാർക്ക് ആമീൻ ചൊല്ലുക വരെ നമുക്ക് ബുർസത്തില്ലേ ഞങ്ങ നല്ല നിഅമത്തുള്ള അല്ലാഹു നമുക്ക് തന്നെങ്കത്ത നിഅമത്ത് എത്രയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ നിഅമത്ത് ഒരിക്കലും ഞങ്ങൾ മറക്കണ്ട ഒരിക്കലും നന്റെ മങ്ങിലത്ത് ഇസ്രാഫാവുക നന്റെ മങ്ങിലത്ത് അല്ലാഹു ചൊന്നെങ്കത്തെ തെരുടെ ഞാൻ വിട്ടുപോണു തീറ പാവപ്പെട്ട ഗാസത്തെ മുസ്ലിമീങ്ങളെ ഞാൻ നെനപ്പാക്കണു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് ഉണ്ട് മൻ അസ്ബഹ മിൻകും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അല്ലാഹു നക്ക് തന്നെങ്കത്തെ നിഅമത്ത് എത്രയാണ് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ല് സുബൈക്ക് എണിക്കുമ്പോ അവനക്ക് ഒരു പേടിയുമില്ല അപ്പുറത്തെ ബാമ്പ് കൊണ്ടും ചെല്ല പേടിയുണ്ടാ ഇപ്പുറത്തെ ശത്രു വന്ന് ആക്രമിക്കിടും ചെല്ല പേടിയുണ്ടാ ഒരു പേടിയുമില്ല നബി തങ്ങ ചൊന്നെങ്കത്തെ നിഅമത്ത് നിങ്ങൾ നോക്കറു ഒരാൾ സുബഹിയാവുമ്പോ മൂന്ന് കാര്യങ്ങൾ ഉണ്ടുണ്ടായെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഞാനാണ് ഞാനിന്റെ ലോകത്തെ കോടീശ്വരൻ ആരും ചൊന്ന് തേടി നടന്നുകൊണ്ടുള്ളേ ആറ് ഞാനിപ്പോ കേട്ടെങ്കിൽ നിങ്ങൾ ആൻസർ ആക്കിടാറ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആറിന്റെ കേട്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെല്ലാറ് രണ്ടാമത്തെ അവൻ ആറിന്റെ കേട്ടെങ്കിൽ നിങ്ങൾ ചെല്ലാറ് ഇന്ത്യത്തിൽ 100ാമത്തെ ആൾ ആറിന്റെ കേട്ടെങ്കിൽ ഞാൻ ചെല്ല ഞങ്ങൾ ചെല്ലാ ഞങ്ങൾ ആരമോ കോടീശ്വരൻ ചൊന്ന് തേടി നടന്നുകൊണ്ടുള്ള എങ്കിലൂടെ കേക്കുറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് നിങ്ങ നാണ് സുബൈക്ക് എണിക്കുമ്പോ എല്ലാം നിർഭയമാണ് പേടിയില്ല ശത്രു ബന്ധം ഞങ്ങൾ ആക്രമിക്കിടും ചെല്ല പേടിയുണ്ടാ ബോംബിടും ചെല്ലെങ്കത്തെ പേടിയുണ്ടാ ഒരു പേടിയും ഞങ്ങൾക്കില്ല മുആഫം ഫീ ബദനിഹി ഞങ്ങളെ ശരീരത്തിന് നല്ല ആഫിയത്തുണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ രോഗികളായ മുഴുവൻ ആൾമാർക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ സുബൈക്ക് എണിക്കുമ്പോ നല്ല നിർഭയമാണ് ഒരു പേടിയുമില്ല ഒരു പ്രയാസവുമില്ല ബോംബിട്ടും ചൊല്ലെങ്കത്തെ പേടിയില്ല ശത്രു വന്ന് കൊല്ലുടാൻ ചൊല്ലെങ്കത്തെ പേടി ഞങ്ങൾക്കുണ്ടാ ഒരു പേടിയുമില്ല തടിക്ക് നല്ല ആഫിയത്താണ് നല്ല ആരോഗ്യമാണ് എന്നിട്ടോ വഇൻദഹു ഖൂതു യൗമിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്ത് അവന്റെ മുട്ട അണ്ടുക മയ്യാവുടെങ്കത്തെ ഭക്ഷണമുണ്ട് എത്ര അണ്ടുക മയ്യാവുടെങ്കത്തെ ഭക്ഷണമുണ്ടോ ഉമ്മമാരെ ഞങ്ങൾ നാൽച്ചനാക്കി നോക്കുക ഇത് നന്റെ ಬಗ್ಗೆ എത്രമോ വലിയ കോടീശ്വരൻ ചെല്ലണോ ഞങ്ങൾ ഔത്തുലോ അണ്ടുക മയ്യാവുടെ ഭക്ഷണമാ ഒരു തിങ്ങൾക്ക് മയ്യാവുടെങ്കത്തെ അരി നണ്ടൗത്തില്ലേ ഒരു 10 നാൾക്ക് മയ്യാവുടെങ്കത്തെ ഇറച്ചി നണ്ടൗത്ര ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടില്ലേ ചില ആൾമാർ മഹത്വം ചെല്ലാർ നണ്ടൗത്ത് ഒരു ഫ്രിഡ്ജ് അല്ല 2 ഫ്രിഡ്ജ് വേണം കൊണ്ടു നൊർച്ചി വെച്ചിട്ട് നണ്ട ഒരു മിനി മാർക്കറ്റാണ് എല്ലാം നണ്ടൗത്തിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് വഇൻദഹു ഖൂതു യൗമി അണ്ടുക മയ്യാവുടെങ്കത്തെ ഭക്ഷണം ഒരാളെ കയ്യിലുണ്ടാ സുബൈക്കെണിക്കുമ്പോ ആഫിയത്തുണ്ടാ സുബൈക്കെണിക്കുമ്പോ നിർഭയം ഒരു പേടിയുമില്ലേ എങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ ദുനിയാവ് മൊത്തം അവന്റെ കയ്യിലുള്ള പോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ അൽച്ചനാക്കറു ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ നാനാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ തെച്ചെങ്കത്തെ ആണാണ് പെണ്ണാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഷയാണ് എങ്കിൽ ഈ മൂന്നും ഇല്ലാണ്ട് പ്രയാസം അനുഭവിക്കുന്ന താൽമാറാണ് ഫലസ്തീനിലുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല അങ്ങൊന്നുമില്ല ഒരു നേരം തെന്നുകൂ ഭക്ഷണമില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരു 5% മാത്രമാണ് കിട്ടിയോണ്ടുള്ളേ 23 ലക്ഷം ആൾമാർക്ക് 20 ട്രക്ക് ഭക്ഷണങ്ങളാണ് സാധനങ്ങളാണ് കൊമ്പോയി കടത്തിരെ ഇതെല്ലാം ഇക്കുമ്പോഴും ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ളേ ഈ പാവപ്പെട്ട മക്കളെ ചോര കുടിക്കിടങ്കത്തെ ആൾമാർ എങ്ങനെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു നിങ്ങളെ കൈകാര്യം ചെയ്ത ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള ഈ മജ്ലിസിൽ ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള അങ്കബേനായിട്ട് ദുആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഗാസത്തെ മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ലോകത്തെവിടെയെല്ലാം മനുഷ്യർ പ്രയാസങ്ങൾ അനുഭവിക്കാറാ അങ്ങനെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ മുസ്ലിമീങ്ങളെ മുൾമുഖ കാത്തു നിന്നെങ്കത്തെ എല്ലാ സിയോനിസ്റ്റ് ഭീകരന്മാരെ അല്ലാഹു നശിപ്പിക്കുമാറാവട്ടെ അങ്ങനെ എല്ലാ ശക്തിയും അല്ലാഹു ഇല്ലാണ്ടാക്കി തരുമാറാവട്ടെ അതുകൊണ്ട് അല്ലാഹു മടങ്ങുന്നു ഫഫിറു ഇലല്ലാഹ് ഈ ചിത്രങ്ങളെല്ലാം കാണുമ്പോഴും ഗാസത്തെ മുസ്ലിമീങ്ങൾ തണ്ടെങ്കത്തെ ഒരു പ്രതീക്ഷയുണ്ടോ ഈമാൻ ഒരിക്കലും നശിച്ചു പോയിട്ടില്ലേ അങ്ങ് ചെന്നാറാ ഞങ്ങളെ മുട്ടത്ത് നിങ്ങൾ വിട്ടുപോറും
ചെന്നാറ അങ്ങ് ഷഹീദായോണ്ടുള്ളാർ മരിച്ചുകൊണ്ടുള്ളാർ പാവപ്പെട്ട ആൾമാർ മരണപ്പെട്ടു പോയോണ്ടുള്ളാർ അങ്ങൊരു പേടിയുമില്ല അങ്ങളെ ഇച്ഛാശക്തിയും അങ്ങളെ ഹിമ്മത്തും ലോകത്ത് അത്ഭുതമാണ് ലോകത്ത് ഇതെല്ലാം കണ്ട് പഠിക്കൊണ്ടു ആറ് കാണ സാധ്യ മരിക്കു മുന്നൽ നിണ്ടെങ്കെത്തൊരു സമുദായത്തെ സോപ്പാട്ടകു ലോകത്തൊരിക്കലും സാധ്യയില്ല ഞാൻ അടികരയിട്ട് ചെന്നുകൊണ്ടുള്ള ഫലസ്തീൻ ചിരിക്കാണ്ട് ലോകം ഖിയാമത്ത് നാൾ ഒരിക്കലും ആവില്ല ഫലസ്തീന്റെ മുസ്ലിമീങ്ങൾ ചിരിക്കിടാറ് ഈ യുദ്ധം തീർറ് ഫലസ്തീന്റെ പാവപ്പെട്ട പെണ്ണിങ് പ്രസവിക്കിടാറ് ആ പ്രസവിക്കപ്പെട്ട ഏതെങ്കിലും മക്കളെ കൊണ്ട് ഫലസ്തീൻ മണ്ണുടെ നിലനിൽക്കിട് ആ കൂട്ടത്തിൽ ഒരു ഉമ്മത്തായി സമുദായമായി ഈ ശത്രുക്കളെ നശിപ്പിക്കുക ആൾമാർ ബണ്ടാറ് അവസാനം ഏറ്റവും വലിയൊരു യുദ്ധം നടക്കുകൊണ്ടു സയ്യിദുനാ മഹ്ദി റളിയല്ലാഹു അൻഹു ഉണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട് അണ്ടിതാ പ്രതീക്ഷ തണ്ടങ്കെത്ത ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തല്ലേ അന്ത്യനാളിൽ ആ ടൈം ആവുമ്പോ എല്ലാ മറവും ചെല്ല് താൽ മുസ്ലിമേ നീ ബാ നന്റെ ബാക്കിൽ യഹൂദി ഒഞ്ചിതെച്ചിര അതുകൊണ്ട് നീ കൊല്ലുകൊണ്ടു മരം ചൊല്ലു അന്ത്യനാളാവുമ്പോ ഒരു മരത്തുകും ഒരു യഹൂദി വേണ്ട ഒരു കല്ലുകും വേണ്ട ശാപം പിടിച്ചെങ്കെത്താൾമാരാണ് അതുകൊണ്ട് അങ്ങളെ എല്ലാം കൊല്ലുകൊണ്ട് ചെന്നിട്ട് മരം വരെ ചൊല്ലെങ്കത്തെ കാലം പറഞ്ഞുകൊണ്ടു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുദ് സിത്തൻ ബൈന യദൈ സാ അന്ത്യനാളുടെ മുന്നിൽ ആറ് കാര്യം നടക്കുകൊണ്ടു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ കൈക്ക് കൊണ്ട് ചെന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവും ചെല്ലാത്തെങ്കെത്ത നേതാവ് ഒരു കളവും നാവുടെ മുട്ട ബറാത്തെങ്കെത്ത നേതാവ് ആയിരക്കണക്ക് പ്രവചനങ്ങൾ ലോകത്ത് നടന്നെങ്കെത്ത നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം നമുക്ക് പഠിപ്പാട്ടിര് ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള ആ ഫലസ്തീൻ്റെ ആൽമാരെ മുട്ടത്തെ ഈമാൻ ഞങ്ങൾ പഠിക്കൊണ്ടു ഹിമ്മത്ത് പഠിക്കൊണ്ടു ലോകത്തെ വൻ ശക്തിയായ അമേരിക്ക വന്നെങ്കും യൂറോപ്പ് വന്നെങ്കും ഇസ്രയേൽ വന്നെങ്കും ഞങ്ങളെ ആയുധത്താട്ടി മേലാണ് ഈ പാവപ്പെട്ട മക്കളെ ഇച്ഛാശക്തി നിങ്ങളെ ഹിമ്മത്ത് നിങ്ങളെ ഈമാൻ ഞങ്ങളെ റായത്തോർബക്കഞ്ഞ കൊന്തൂൺ ചെന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കുവാമാ ഞങ്ങളെല്ലാം ഗാട്ടിയിലിഞ്ഞിട്ട് ഓടുക പേടിച്ചിട്ടങ്ങ് പോവാ ഈ സമയത്ത് ഞാൻ അളക്കുള്ളത് നന്റെ ഈമാനാണ് ആ പ്രിയപ്പെട്ട മക്കളെ ഈമാനാണ് ഫലസ്തീന്റെ ആൾമാരെ ഈമാനാണ് മരിക്കുക മുന്നൽ വണ്ടെങ്കെത്തൊരു സമുദായത്തെ എങ്ങനെ സോപ്പാട്ടും ഈമാൻ നന്റെ കൽബുൽ ഉറക്കുക ഏറ്റവും നല്ല ടൈമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് നല്ല ഈമാൻ വേണു അൻതുമുൽ അലൗൻ ഖുർആൻ ചെന്ന് നിങ്ങൾക്ക് ഈമാനുണ്ടാ ഈമാനുണ്ടെങ്കിൽ നിങ്ങളെ സോപ്പാട്ടുക ലോകത്തൊരാൾക്കും സാധ്യയില്ലേ അതേ യൂറോപ്പിയുടെ അടിമകളാണ് ഞങ്ങൾ അതേ അമേരിക്കത്തെ അടിമകളാണ് ഞങ്ങൾ ഞങ്ങളെ സംസ്കാരങ്ങൾ നന്റെ ജീവിതത്തിലുണ്ടോ നക്ക് ഹിജാബില്ലേ നന്റെ ഔത്തിലുള്ള പ്രോഗ്രാമിൽ മുഴുവൻ പാശ്ചിമാത്യ സംസ്കാരങ്ങളാണ് വന്നുകൊണ്ടുള്ളേ എന്നിട്ട് ഇപ്പുറത്ത് ഞാൻ ദ്വാർന്നുകൊണ്ടുള്ളേ ഫലസ്തീന്റെ മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തു റബ്ബേ അപ്പുറത്ത് യൂറോപ്പിന്റെ നീ സോപ്പാട്ട് റബ്ബേ ദ്വാർന്നുകൊണ്ടുള്ളത് ആറ് അതേ പാശ്ചിമാത്യ സംസ്കാരം നന്റെ ഹർക്കാത്ത് സക്കനാത്തിൽ പാലിക്കണമെങ്കെത്ത നാനാണ് ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ പാടില്ല മുഅ്മിനീങ്ങളായ ആൾമാർ നല്ല ഈമാൻ മടങ്ങി പറഞ്ഞു നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായെങ്കിൽ ലോകത്ത് നിങ്ങളെ സോപ്പാട്ടുകാർക്കും സാധ്യയില്ല അതുകൊണ്ടാണ് സൈഫുൽ മസ്ലൂൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും പ്രശസ്തനായ സ്വഹാബി അയാൾ കൂടിയെങ്കെത്ത ഒരു യുദ്ധവും സോത്തിട്ടില്ല ആ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അണ്ടത്തെ റോമാ സാമ്രാജ്യത്തെ മുന്നിൽ ലക്ഷക്കണക്കിൽ വണ്ടെങ്കെത്ത് റോമാ സാമ്രാജ്യത്തൊട്ടിಗೆ ചൊന്നെങ്കെത്ത പല കേന്ദ്ര ಒಂದುಂಡ ജിത്തുകും ബിഖൗമിൻ യഹ്രിസൂന അലൽ മൗത്ത് കമാ തഹ്രിസൂന അലൽ ഹയാത്ത് നന്റെ മുട്ട കുറച്ച് ആൾമാരുണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങളെ മൂക്കിലിട്ട് ബലിക്കുക സാധ്യാണ്ട് നിങ്ങൾ വിചാരിക്കണ്ട എന്തുകൊണ്ട് നാനിതാ ഒരു കൗമുടെ വിളിച്ചുകൊണ്ട് വന്നരെ അങ്ക് മരണത്തൊട്ടികയാണ് പിർസ അങ്ങ് മരിക്കുകയാണ് വന്നരെ ജൂതന്മാരെ ಬಗ್ಗೆ ഖുർആൻ ചെന്നത് വല തജിദന്നഹും മഹ്റസന്നാസി അലാ ഹയാത്ത് അങ്ക് ജീവിക്കുകയാണ് ഇഷ്ടം മരിക്കുക അങ്ക് ഇഷ്ടമില്ല ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു റോമാ സാമ്രാജ്യത്തൊട്ടിಗೆ ചെന്നത് നാനിതാ മരിക്കുക ഇഷ്ടമുള്ളെങ്കത്തെ ഒരു കൂട്ടം ആൾമാരെ വിളിച്ചു വന്നരെ നിങ്ങക്ക് ഹയാത്തൊട്ടിക എത്രയാണോ ഇഷ്ടം അതുപോലെ ഇൻക്കെല്ലാം മരണത്തൊട്ടികയാണ് ഇഷ്ടം അതുകൊണ്ട് മരിക്കുക മുന്നൽ വന്നെങ്കത്തെ ഒരു സമുദായത്തെ എങ്ങനെ സോപ്പാട്ടുക നിങ്ങൾക്ക് സാധ്യ 2000 വണ്ടെങ്കത്തെ മുസ്ലിം സൈന്യത്തെ ആ സൈന്യം 2 ലക്ഷത്തോളം വണ്ടെങ്കത്തെ റോമാ സാമ്രാജ്യത്തെ സോപ്പാട്ടിയെങ്കത്തെ ചരിത്രമുണ്ട് 15,000 വണ്ടെങ്കത്തെ മുസ്ലിം സൈന്യം 3 ലക്ഷത്തോളം വണ്ടെങ്കത്തെ സൈന്യത്തെ സോപ്പാട്ടിയെങ്കത്തെ ചരിത്രമുണ്ട് ഇവിടെയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്തിനെന്ന് കേട്ടെങ്കിൽ ഈമാൻ മാത്രമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഫഫിറു ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹു മടങ്ങുറുണ്ടാ
ചെന്നോണ്ടുള്ളേ നന്റെ കൽബുൽ അല്ലാഹു ആണ് പറഞ്ഞായേ നക്കെല്ലാ നിഅമത്തുകൾ തന്നെങ്കെത്ത നന്റെ റബ്ബ് ആ റബ്ബുടെ ഓർത്തിട്ടാണ് ഞാൻ മുൽപ്പെടുനായേ രാത്രി സമയത്ത് എൻചിട്ടാർക്കും ഗൊന്താവാത്ത പോലെ നന്റെ റബ്ബുക ഇബാദത്ത് എടുത്തിട്ട് ആ റബ്ബുടെ പിർസാണ് നന്റെ കൽബുൽ പറഞ്ഞായേ ആ റബ്ബുകാണ് ഞാൻ മണങ്ങണായേ നല്ല ഈമാൻ ആരെ മുന്നലും പതറിപ്പോവാത്തെങ്കെത്ത ഈമാൻ ആരെ മുന്നലും തളർന്നു പോവാത്തെങ്കെത്ത ഈമാൻ അതാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പാട്ടി ഇത് നമുക്ക് ചൊല്ലുക മാത്രമാണ് സാധ്യം പ്രാക്ടിക്കൽ ലൈഫിൽ നന്റെ കൊണ്ടാക്കുക അവിടെ ആവണു ഈമാൻ ആര കൽബുക വന്ത വഅൻതുമുൽ അലൗൻ നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരുണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുണ്ടു പ്രിയപ്പെട്ട സഹോദരന്മാരെ നല്ല ഈമാനുള്ള ആൾമാരെ ലോകത്തൊരാൾക്കും സ്വപ്പാട്ടുക സാധ്യയില്ല ഇണ്ടല്ല നാളെ ഒരു നാൾ നിങ്ങൾ മരണപ്പെട്ടു പോകുള്ളെങ്കത്തെ ആൾമാരാണ് മരിച്ചൽ പിന്നെയാണ് യഥാർത്ഥ ലോകം പറഞ്ഞുകൊള്ളേ അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോ പുഞ്ചിരിച്ച് മരിക്കണു ചിരിച്ചു മരിക്കണു എത്ര ഫലസ്തീനികളായ ആൾമാരാണ് ചിരിച്ചു മരിച്ചോണ്ടുള്ളേ ഇതിനർത്ഥം യുദ്ധത്തിന് പോണു ജിഹാദ് പോണുണ്ടല്ല ചെന്നോണ്ടുള്ളേ ലോകത്തെവിടെയും സമാധാനം വേണു സമാധാനമില്ലാത്തെങ്കത്തെ ലോകത്ത് സ്വസ്ഥതയില്ല യുദ്ധമുള്ളെങ്കത്തെ ലോകത്ത് സ്വസ്ഥതയില്ല അതുകൊണ്ട് എല്ലാ ജാതി ധർമ്മത്തെ ആൾമാർ മനുഷ്യത്വം വിചാരിച്ചിട്ട് പരസ്പരം സ്നേഹത്തോടെയാണ് ജീവിക്കണായെ നല്ല ഈമാൻ മുസ്ലിമീങ്ങളായ ഞങ്ങളെ കൽബുക പറഞ്ഞു ആ ഈമാനുള്ളെങ്കത്തെ ആൾമാർ കൈയുദ്ധാക്കിയെങ്കിൽ അല്ലാഹു ഉത്തരം തണ്ട അതുകൊണ്ടല്ലേ സയ്യിദുനാ മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹു ചെല്ലെങ്കത്തെ താബിഈ പ്രമുഖ സ്വഹാബിമാരെ കണ്ട ആൾമാർക്കാണ് താബിഈ ചൊല്ലെ ആ താബിഈ മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹു ഖുതൈബത്ത് ഇബ്നു മുസ്ലിം ചൊല്ലെങ്കത്തെ യുദ്ധ സൈനിക നേതാവ് ആ കമാൻഡോടൊട്ടിಗೆ യുദ്ധത്തിന് പോയോണ്ടുണ്ട് അഫ്ഗാന്റെ ഭാഗത്ത് മുസ്ലിം സൈന്യം പോയോണ്ടുണ്ട് ആ സമയത്ത് ശത്രുക്കൾ ശക്തമായി ഇങ്ങനെ എതിർല് വന്നപ്പ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു ചെല്ലെങ്കത്തെ സൈനിക മേധാവി കേക്കട് ഐന മുഹമ്മദ് ഇബ്നു വാസി ചെല്ലെങ്കത്തെ ഈമാൻ നിറഞ്ഞു നിന്നെങ്കത്തെ ആൾ എവിടെയാണ് അയാളെ കണ്ടോണ്ടില്ലല്ലേ അയാൾ എവിടെ ഉണ്ട് കേൾക്കുമ്പോ ആൾമാരിങ്ങനെ തേടുകുമ്പോ അയാൾ ഒരു പക്ക തെറ്റിട്ട് ഇങ്ങനെ ദ്വാർന്നുകൊണ്ടുണ്ടു ആകാശത്ത് ബെർല് കാട്ടി ദ്വാർന്നുകൊണ്ടുണ്ടു സൈനിക നേതാവിടൊട്ടിക്ക് വന്ന് ചെൽഡാറ് മുഹമ്മദ് ഇബ്നു വാസി അവിടെ ദ്വാർന്നുകൊണ്ടുണ്ടു ആ സമയത്ത് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം ചെന്ന പല കേന്ദ്ര കൊണ്ടുണ്ട അയാൾ ആയുധമെടുത്ത് യുദ്ധത്തിന് പറഞ്ഞിട്ടല്ല ഇയാൾ ചെന്നവർക്ക് മുഹമ്മദ് ഇബ്നു വാസിയുടെ ആ ബെർലുണ്ടല്ലേ മുഹമ്മദ് ഇബ്നു വാസി ചെന്നെങ്കിൽ ഈമാൻ നിറഞ്ഞെങ്കത്ത ആളാണ് അതുകൊണ്ട് അയാളെ ആ ബെർല് ആയിരക്കണക്കിൽ യോദ്ധാക്കന്മാരാട്ടി ഞങ്ങളെ കയ്യിലുള്ളെങ്കത്തെ ആയിരക്കടുക്കത്താട്ടി നക്ക് ഇഷ്ട ഏതിന്റെ കേട്ടെങ്കിൽ അയാളെ ബെർലാണ് എന്തുകൊണ്ട് അയാൾ അൽ മുഅ്മിനു താം അയാൾ പൂർണ്ണനായ ഒരു മുഅ്മിനാണ് അയാൾ സത്യവിശ്വാസിയാണ് ആ ബെർലങ് ആകാശത്ത് പോകുമ്പോ മലബറു ആ ബെർലങ് ആകാശത്ത് വന്നുമ്പോ എല്ലാ ശത്രുക്കളും നഷ്ടപ്പെട്ടു പോവാറ് ആ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം രണാങ്കണത്തിൽ നിന്നിട്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഏറ്റവും വലിയ സന്ദേശം വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ ആൾമാരാണ് നക്ക് വലിയ കാറുണ്ടു ചെന്നിട്ട് കാര്യമില്ല നക്ക് നല്ല ഡ്രസ് ഉണ്ടു ചെന്നിട്ട് കാര്യമില്ല നക്ക് നല്ല അവണ്ടു ആഡംബരങ്ങളുണ്ടു സൗകര്യങ്ങളുണ്ടു ഇതൊന്നും രക്ഷയുടെ മാനദണ്ഡമല്ല നന്റെ കൽബുൽ നല്ല ഈമാൻ പറഞ്ഞു ഈമാൻ ഉണ്ടാവണു ഇസ്ലാം ഉണ്ടാവണു ഞങ്ങളെ റായത്ത് നടക്കണമെങ്കിൽ 3 നാളത്തെ കാര്യക്രമ നന്റെ ഈമാൻ വർദ്ധിപ്പിക്കുക ഏറ്റവും നല്ല കാരണമാവണു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ളേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലെങ്കത്തെ മുസ്ലിമീങ്ങളെ രണ്ടാമത്തെ ഖലീഫ ആ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് കണ്ട് മുസ്ലിമീങ്ങളെ കൈക്കുണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ താക്കോലെടുക്കൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ ബണ്ട് എവിടേക്ക് ഷാം ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട് ആ ബൈത്തുൽ മുഖദ്ദസ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെല്ലുന്ന പ്രശസ്തനായ സ്വഹാബിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഇസ്ലാമിയുടെ ഖലീഫ മുസ്ലിമീങ്ങളെ കൈക്ക് വന്നപ്പ ബൈത്തുൽ മുഖദ്ദസിനെ താക്കോൽ അണ്ട് അവിടെ ഇന്നെങ്കത്തെ ക്രിസ്തു നേതാക്കന്മാർ കൊടുക്കില്ലേ അങ്ങ് ചെൽഡാറ് നിങ്ങളെ കയ്യിൽ തണ്ടില്ലേ നിങ്ങളെ ഒരു ഖലീഫ ഉണ്ടല്ലേ സയ്യിദുനാ ഉമർ അയാളെ പറഞ്ഞു അയാൾ മദീനത്തെ ബൈത്തുൽ മുഖദ്ദസ് വന്നെങ്കിൽ അയാളെ കയ്യിലാണ് ഞങ്ങൾ താക്കോൽ കൊടുക്കുകയും ചെന്നപ്പ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ ഭർത്താവുടെ എവിടേക്ക് ഷാം എത്ര കിലോമീറ്റർ പോണു അങ്ങനെ പോകുമ്പോ ഒരു വാഹനം റെഡിയാക്കിട് ഉമർ ചെന്നെങ്കിൽ ആരെന്നങ്ങ് നോക്കണു ഖലീഫത്തുൽ മുസ്ലിമീൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമറിന്റെ പേര് കേട്ടെങ്കിൽ കിസ്റ പനിക്ക്
പണിക്കും കൈസറും വിറക്കുന്നതാ. മിസ്രിൽ മുഖൗക്കിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. മിസ്രിൽ മദീനത്തെ മിസ്ർ ഈജിപ്തിക്ക് എത്ര ദൂരമുണ്ടോ? ഉമർ ചെളുടെ പേര് കേട്ടെങ്കിൽ ബെർച്ചോണ്ടിന്നാർ അണ്ടത്തെ റോം പേർഷ്യൻ സാമ്രാജ്യത്തെ ആൾമാർ ഉമർ ചെളുടെ പേര് കേൾക്കുമ്പോ പേടിച്ചോണ്ടിന്നാർ. ആ ഉമർ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെളുടെ ലോക നേതാവ് ബൈത്തുൽ മുഖദ്ദസിലെ താക്കോൽ എടുക്കുക പോയോണ്ടുണ്ടു. പോകുമ്പോ പട്ടാളങ്ങളില്ല, വലിയ സൈന്യങ്ങളൊന്നുമില്ല. ഒരു അടിമട റെഡിയാക്കിട് വാഹനത്തെ മേലാണ് പോണ്ടേ. ഒട്ടകത്തെ മേൽ വാഹനത്തെ മേൽ പോകുമ്പോ ഞങ്ങളെ കണ്ടീഷൻ എന്തിനെ കൊണ്ടുണ്ടാ? കുറച്ചു നേരം ഞാൻ വാഹനത്തെ മേലിൽ പോണ്ടേ. ആ സമയത്ത് നീ നടക്കണു. നിന്റെ വാഹനത്തെ ഡ്രൈവ് ആക്കണമെങ്കിൽ ആള് നീനാണ്. അടിമടൊട്ടിക ചെല്ലെ അടിമേൻ ചെന്നങ്കാറ് ഒരു അസോസിയേഷനും ഇല്ലാത്തെങ്കിൽ ആൾമാറാണ് അടിമ. താന്നെങ്കിൽ ആൾമാർ യഥാർത്ഥത്തിൽ സമാജത്തെ ദൃഷ്ടിയിൽ വളരെ താന്ന് കീഴ് നിൽക്കണമെങ്കിൽ പണിക്കാർ. ആ പണിക്കാരുടെ ഒട്ടി ആരാണ് ചെന്നുകൊണ്ടുള്ളേ? ഖലീഫത്തുൽ മുസ്ലിമീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ല് ഞങ്ങ ഇതാ ഷാമുക്ക് ഭർത്തായുണ്ടുള്ള. അതുകൊണ്ട് ഇതാ ഞാൻ വാഹനത്തെ മേലിൽ പോകുമ്പോ നീ നടക്കണു. കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇല്ലിടെ അപ്പ നീ വാഹനത്തിൽ പത്തണു. അപ്പോ ഈ അടിമയുടെ വാഹനം ഡ്രൈവ് ആക്കരുത് ആറ് കൊണ്ടുണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലെങ്കത്തെ ലോക നേതാവാണ്. ഈ നേതാവുടെ മുട്ടത്തെയാണ് ഞങ്ങൾ പാഠം പഠിക്കണായേ. നക്കൊരു ചെറിയ ഹുദ്ദ കിട്ടിയിട്ടുണ്ടായെങ്കിൽ, ഒരു ചെറിയ സ്ഥാനം കിട്ടിയിട്ടുണ്ടായെങ്കിൽ പിന്നെ അവനെന്നും കിട്ടാല സുലാഭത്ത്. അവനിക്ക് എത്ര PMR വേണു, PMR മേൽ PMR വേണു. അവനൊട്ടിക്ക് മുണ്ടോകാവില്ല. എത്ര സുലാഭത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടില്ലേ? അവനക്ക് ഒരു 10 മീറ്റർ നടന്നു പറഞ്ഞുകാവില്ല. നേതാവാണ് നേതാവ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലെങ്കത്തെ ആ ലോക നേതാവ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമാവുടെ അട്ടി മുന്നിൽ ചെന്നിട്ടിന്നാർ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാവുടെ അട്ടി മുന്നിൽ ഇസ്ലാമിന്റെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചെങ്കത്തെ ആളാണ്. ലൈലാൻ ചെല്ലെങ്കത്തെ ഒരു പെണ്ണ് മുസ്ലിമീങ്ങക്ക് മക്കത്തിൽ ശത്രുക്കളെ അക്രമം സഹിക്കുക തീരാണ്ട് ലൈലാൻ ചെല്ലുടെ പെണ്ണും ഭർത്താവും ദക്ഷിണാഫ്രിക്കത്ത് ആഫ്രിക്കത്ത് ഹബശീനിയത്ത് ഹിജറ പോണ്ടാറ്. അങ്ങനെ പോകൂ മക്കത്തിൽ വാഹനത്തെ മേൽ പത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഉമർ ചെല്ലെങ്കത്തെ ആളഞ്ഞവണ്ട് അയാളുണ്ട് മുസ്ലിമായിട്ടില്ലേ. ആ ഉമർ വന്നപ്പോ ഈ പെണ്ണുക്ക് പേടിയാവുള്ളൂ. യാ റബ്ബി ആരാണ് വന്നോണ്ടുള്ളേ? ഉമർ വന്നോണ്ടുണ്ട്. പേടിയാണ്. ഉമർ കേട്ട് എവിടേക്ക് പോണ്ടാറ്? അപ്പൊ ഈ ഉമ്മ ചെന്ന മറുപടി, ഞങ്ങ ജീവിച്ച് ജനിച്ച് വളർന്നെങ്കത്തെ മക്കത്തിൽ ഞങ്ങളെ നീ ജീവിക്കുക വിടാറാ. അതുകൊണ്ട് ഞങ്ങൾ റായ വിട്ടു പോയോണ്ടുള്ള ഹബശീനിയത്ത് പോയോണ്ടുള്ള. അപ്പൊ ഉമർ ചെന്ന മറുപടി എന്തുകൊണ്ട്? ദൈവം നിങ്ങളൊട്ടിಗೆ ഇക്കട്ടുണ്ടാണ്, അള്ളാഹു നിങ്ങളൊട്ടിಗೆ ഇക്കട്ടുണ്ടാണ് ചൊന്നുകൊണ്ടുള്ളേ. അള്ളാഹു നിങ്ങളൊട്ടിಗೆ ഇക്കട്ടുണ്ടാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ ഈ ലൈലാൻ ചെല്ലെങ്കത്തെ പെണ്ണിങ്ങക്ക് അത്ഭുതാവുടു. യാ റബ്ബി, ഇതേത് ഉമർ? ഉമർ നന്റെ ആക്രമിച്ചില്ലല്ലേ? ഉമർ ചെന്നത് സബ്ബഹക്കുമുല്ലാ, ദേവරු നിമ്മ ജത്തഗിറളിന്റെ അതിനർത്ഥം ദൈവം നിങ്ങളൊട്ടിಗೆ ഇക്കട്ട്. അങ്ങനെ തെല്ല് കഴിഞ്ഞാൽ പിന്നെ ലൈലാടെ ഭർത്താവ് പണ്ട് മാപ്പിള വന്നപ്പ ഈമ ചെല്ല് ഇതാ ഉമർ വന്നിട്ടിന്ത്. ഓ ഉമർ വന്നിട്ടിന്ത എന്ത്ര ചെന്ത്? ഉമർ എന്തും ചെന്നില്ലേ? ഗുഡ് മോർണിംഗ് ചെന്ന പോലെ ദൈവം നിങ്ങളൊട്ടിಗೆ ഇക്കട്ട് ദ്വാരന്ത് ഒക്ക. ഭർത്താവ് വല്ലാത്ത അത്ഭുതമാണ്. ആ ഭർത്താവ് കേട്ട് ഉമർ മുസ്ലിമാവുടും ചൊല്ലെങ്കത്തെ പ്രതീക്ഷ നിക്കുണ്ടാണ്ട് പെഞ്ഞായി റൊട്ടിಗೆ കേക്കടേ. പെഞ്ഞായി ചൊന്നെങ്കത്തെ പലക്കതെ ഉമറും മുസ്ലിമാവുണ്ട് കാണ്ട്. അപ്പ ഭർത്താവ് ചൊല്ല പലക്കെന്ദ്ര കൊണ്ടുണ്ട ലാ യുസ്ലിം, ഉമർ മുസ്ലിമാവുല്ല ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്. ഉമറുടെ ബാപ്പയാണ് ഖത്താബ്. ഖത്താബിന്റെ കത്ത വേണമെങ്കിൽ മുസ്ലിമാവ്. ഉമർ മുസ്ലിമാവലാൻ മക്കത്തെ ആൾമാർ വിധി എഴുതിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലെങ്കത്താളം മനസ്സ് ചേഞ്ച് ആക്കിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്കട്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിൽ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് നടന്നു പോകുമ്പോ ഓർക്ക ഉമർ റളിയല്ലാഹു അൻഹു നടക്കട്, അവർക്ക് അടിമ നടക്കട്. അങ്ങനെ പോയിട്ട് ഷാമുടെ മുട്ടയെത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ മുട്ടയെത്തുമ്പോ ഒരു തണ്ണീരെ മുട്ട പോയിട്ട് കാൽ കൽകട് ചേർതെല്ല് കാലിലാവുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുമ്പോ കരാറു പ്രകാര ഈ അടിമയാണ് വാഹനത്തെ മേലുള്ളേ. അവിടെ കാത്തു നിന്നിട്ടുള്ള വലിയ വലിയ നേതാക്കന്മാർ താക്കോൽ കൊടുക്കുക, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ കൊടുക്കുക കാത്തിട്ടുള്ളാറ്. അത് ഇസ്ലാമിയുടെ കൈക്ക് വന്നിട്ടിന്ത്. ആ നേതാക്കന്മാരോ അങ്ങ് വലിയ ആഡംബരത്തിലുള്ള താൽമാരാണ്. അങ്ങനെ മുന്നോൽകാണ് പോയോണ്ടുള്ള ആറ്
ഖലീഫത്തുൽ മുസ്ലിമീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ എത്തുമ്പോൾ നടന്നു പോയോണ്ടുണ്ടു അടിമ വാഹനത്തെ മേലുണ്ടു. ഈ അടിമയാണ് വാഹനത്തെ മേലിൽ ഡ്രൈവറാറ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ അടിമയുടെ നയിച്ചോണ്ട് പോണ്ടേ. ആ സമയത്ത് ഞാൻ മേൽപത്തട്ട വേണ്ട കരാറ് പ്രകാരം ഞാനിപ്പ നടക്കണു. അവിടെ മുട്ടയെത്തുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുടെ പോലോ താൽമാർ ചെൽഡാർ യാ അമീറൽ മുഅ്മിനീൻ ഇത് ബേണിന്ത തെല്ലെ ജസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വാഹനത്തെ മേലിൽ ബറന്തല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകം കേൾക്കണായിക്കത്തൊരു മെസ്സേജ് അർറിസാലത്തു ഇലാ കുല്ലിൽ മുഅ്മിനീൻ. ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളുള്ളാറാ, ലോകത്തെവിടെയെല്ലാം മുഅ്മിനീങ്ങളുള്ളാറാ, അങ്ങ എല്ലാവരും കേൾക്കണായിക്കത്തൊരു മെസ്സേജ് 1400 വർഷத்துக்கு മുന്നിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ മണ്ണിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന് മുന്നിൽ ചൊന്നെങ്കെത്ത പല കേന്ദ്രകൊണ്ടുണ്ട ഞാൻ മദീനത്തെ വർമ്പ സംഘവുമായി വന്നിട്ടില്ലേ. അറ്റ്ലീസ്റ്റ് നിങ്ങളെ മുട്ട എത്തുമ്പ നക്കെങ്കിലും വാഹനത്തെ മേൽ ബറന്ത് ബാൻ വന്നില്ലേ. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഞങ്ങൾ ആർകൊണ്ടുണ്ട ഞങ്ങളെ പ്രൗഢി, ഞങ്ങളെ മഹത്വം ഞങ്ങളെ വസ്ത്രമല്ല, ഞങ്ങളെ മഹത്വം ഞങ്ങളെ പൈസ അല്ല, ഞങ്ങളെ മഹത്വം ഞങ്ങളെ ചന്ത അല്ല, ഞങ്ങളെ മഹത്വം എന്തുകൊണ്ടുണ്ട കുറെ പ്രോഗ്രാം ആക്കുന്നതല്ല, ഞങ്ങളെ മഹത്വം ഞങ്ങളെ റായത്ത് വലിയ വലിയ പള്ളി വേണ്ടതല്ല. അപ്പുറത്ത് 1 കോടിയുടെ പള്ളി ഉണ്ടാക്കുമ്പോ ഇപ്പുറത്ത് 2 കോടിയുടെ പള്ളി വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കട. ഇതൊന്നും ലോകത്ത് മഹത്വമല്ല. മുസ്ലിമീങ്ങളെ ഇസ്സത്ത് എന്താണ്? നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഉമ്മമാരെ ഞങ്ങൾ ആൽച്ചനാക്കുകൊള്ളെങ്കെത്ത വിഷയ ഞങ്ങളൊരു ഖൗമാണ്. ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു ഞങ്ങളെ ഇസ്സത്താക്കിയത്. ഞങ്ങളെ ഇസ്സത്ത് ഇസ്ലാമാണ്, ഞങ്ങളെ ഇസ്സത്ത് ഈമാനാണ്. ഐനൽ ഈമാൻ, ആ ഈമാൻ എവിടെ ഉണ്ട്? ആ ഇസ്ലാം ഞങ്ങളെ മുട്ട ഉണ്ടാ നാളെ ചക്കാക്കണായിക്കത്തൊരു വിഷയമാണ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു ഇസ്സത്ത് തന്നെങ്കത്തൊരു സമൂഹമാണ് ഞങ്ങൾ. അതുകൊണ്ട് അതല്ലാത്ത ഒന്നുകൊണ്ട് ഞങ്ങൾ ഇസ്സത്ത് തേടിയാണ്ടായെങ്കിൽ അതല്ല അല്ലാഹു ഞങ്ങളെ നിസ്സാറാക്കട. അല്ലാഹു ഞങ്ങളെ എന്തും വേണ്ടാത്ത ആൾമാരെ പോലെ ആക്കട. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഞങ്ങൾ ഒരിക്കലും യൂറോപ്യൻ സംസ്കാരത്തെ ബാക്കിൽ പോകുള്ളെങ്കിൽ ആൾമാരല്ല. ഏതോ ആൾമാർ എന്തോ ആക്യാറും ചെല്ലുമ്പോ നന്റെ ഔത്തുലും അത് ഞാൻ കൊമ്പറകൊള്ളെങ്കെത്ത ആളല്ല. ഇസ്ലാം ചെന്നെങ്കിൽ സംസ്കാരങ്ങളെ കൊണ്ട് നിറഞ്ഞെങ്കെത്ത ധർമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നമുക്ക് വഴിപാടി തന്ന് ഇന്നൊരുത്ത കോളേജിൽ പോയാൻ ചെന്നെങ്കിൽ അവന് ഗേൾ ഫ്രണ്ട് ഉള്ള അവന് ഗേൾ ഫ്രണ്ട് കൈ കൊടുക്കണു. ഓഫീസിൽ പോയാണ്ടായെങ്കിൽ ഏതോ ഒരു പെണ്ണ് അവൻ കൈ കൊടുക്കണു. അതുപോലെ കോളേജിൽ പോകുമ്പോ ഹിജാബ് ഇടാണ്ട് പോണു. ഹിജാബ് ഇട്ടിട്ട് പോകു പറ്റിയെങ്കിൽ കോളേജ് എത്ര ഇന്നെങ്കും ഞങ്ങളെ മുസ്ലിമീങ്ങളിൽപ്പെട്ട കുറെ ആൾമാർ നേതാക്കന്മാർ ആ കോളേജിൽ പെൺമക്കളെ കടത്തില്ലേ. അങ്കിതേ കോളേജിൽ ഞങ്ങൾ മക്ക പോണു. ആ കോളേജിൽ പോയെങ്കിൽ ജുമാ നിസ്കാരം കിട്ടില്ലവള. ഇപ്പുറത്ത് ജുമാ നിസ്കാരം കിട്ടെങ്കെത്ത സ്കൂളുണ്ടോ അതൊക്കെ ഞാൻ കടത്തില്ലേ. എന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് ഫലസ്തീനിക്ക് ഞാൻ തുറന്നുകൊണ്ടുള്ളേ. എവിടെയാണ് ഇസ്ലാം? എവിടെയാണ് ഈമാൻ? ഐനൽ ഈമാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ എവിടെയുണ്ടോ? നന്റെ കയ്യിൽ തെല്ല് പൊടികാസ് വന്നപ്പ, സമ്പത്ത് വന്നപ്പ, നക്കതെല്ലാം അധികാരം വന്നപ്പ, നക്കതെല്ലാം ആഫിയത്ത് കിട്ടിയപ്പ ഞാൻ ഇസ്ലാമിടെ മറന്നേ. പേര് ഇസ്ലാമാണ്, പേര് ഈമാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന പലക്ക മറക്കണ്ട. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് ഇസ്സത്താക്കി എനിക്ക് താൽമാറാണ്. ഞങ്ങൾക്ക് എഞ്ചിനീയർ ആവാ, ഞങ്ങൾക്ക് ഡോക്ടർ ആവാ, ഞങ്ങൾക്ക് എന്തുമാവാ. മുസ്ലിമീങ്ങൾ നല്ല പഠിക്കണു. മുസ്ലിമീങ്ങളിൽ നല്ല ഡോക്ടർമാർ വേണു, എഞ്ചിനീയർമാർ വേണു, വക്കീലന്മാർ വേണു, പോലീസുമാർ വേണു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത. എവിടെയും അല്ലാഹുടെ പേടിക്കടെങ്കിൽ താൽമാർ നങ്ങ ആവണു. കമ്പി കക്കടെങ്കിൽ താൽമാർ നങ്ങ ആവുക തീറ. പൊയ്യ കക്കടെങ്കിൽ എഞ്ചിനീയർമാർ നങ്ങ ആവുക തീറ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1 ലാഖ് ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ 2 ലാഖ് ബില്ല് എഴുതി കൊടുക്കണമെങ്കിൽ എഞ്ചിനീയർ നാൻ ആവുക തീറ. കള്ളക്കേസിൽ ആൾമാരെ കൊടുക്കണമെങ്കിൽ വക്കീല നാൻ ആവുക തീറ. കള്ളക്കേസിൽ ആൾമാരെ കൊടുക്കണമെങ്കിൽ പോലീസ് നാൻ ആവുക തീറ. ഒരു രോഗി നന്റെ മുന്നിൽ വന്നെങ്കിൽ ഓണ്ട് എങ്ങനെ മരിച്ചിട്ടും ICU ദെപ്പാട്ടിട്ട് 4 ലക്ഷക്കണക്കിൽ നന്റെ ഹോസ്പിറ്റലിൽ പൈസ എടുക്കുക ആവും ചൊല്ലെങ്കിൽ ഒരു MDയും ഒരു ഹോസ്പിറ്റലിന്റെ നേതാവും ഒരു ഡോക്ടറും നാൻ ആവുക തീറ. ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത. നീ എവിടെ ഇന്നെങ്കിലും നിന്റെ റബ്ബിനെ നീ പേടിക്കണോണ്ടു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ, ആണിങ്ങളെ, പെണ്ണിങ്ങളെ കോളേജിൽ കടത്തുമ്പോ പുറത്ത് കടത്തുമ്പോ അങ്ക് ഈമാൻ ഉണ്ടാണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണു. അങ്കെല്ലാം ഉണ്ടു. നല്ല നല്ല മൊബൈൽ ഞങ്ങൾ അങ്കെല്ലാം കൊടുത്തുറ. അങ്കെല്ലാം ഉണ്ടു, ചന്ത ഉണ്ടു, പ്രൗഢി ഉണ്ടു. അങ്കെല്ലാ വസ്ത്രങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊടുക്കൂടാ. എന്തെല്ലാമാണ് പണ്ടെല്ലാം മങ്ങിലത്തേക്ക് പോയോണ്ടിന്നേ ചോറ് തിന്നുകയാണ്. അവിടെ എല്ലാം പോയിട്ട് ചോറുണ്ടിട്ടാൻ വലിയ റാഹത്തല്ലേ, എന്തൊരു കൊസി. അല്ലാഹു
ആരെല്ലാം അങ്ങനെ നല്ല മങ്ങിലാക്കിടാറ് നല്ല ചോറ് തന്നെങ്കിൽ ആൾമാർ മുന്നോളത്തെ വിഷയമാണ് അല്ലേ. ഇവിടെ കുറെ ഹിരിയ ആൾമാരുള്ളാർ കുറെ ആ സമയത്ത് മങ്ങിലത്ത് പോയെങ്കിൽ ചോറ് കിട്ടിയെങ്കിൽ മയ്യോ. അപ്പൊ ഈ ഡ്രസ്സ് ചന്താക്കിയിട്ട് പോകണ്ടെങ്കിൽ എത്ത വിഷയമില്ല. ഇപ്പൊ എന്തിനാണ് മങ്ങിലത്ത് പോണ്ടേ? ചോറ് ആരെങ്കിലും ദാരിദ്ര്യം ഉണ്ടാ ഓൻ 10 മങ്ങിലത്ത് കൂടിയിട്ടാണ് പോണ്ടേ. പോണുന്നോ മത്തെ മങ്ങിലത്ത് പോകുമ്പോ ഇഞ്ഞ് വന്നിട്ട് ഇക്കിട് തൊണ്ടയിൽ മേൽ വന്നിട്ട് വേണമെങ്കിൽ തെല്ല് മുണ്ടിയെങ്കിൽ പുറത്ത് പറയും. അത്ര തിണ്ടിട്ടാണ് പോണേ. ആർക്കും ചോറ് ദാരിദ്ര്യം ഇല്ല. ഈ പെണ്ണിങ്ങ പെൺമക്ക കുറെ ആൾമാർ എല്ലാവരുടെ വകയല്ല ഞാൻ ചെന്നോണ്ടുള്ളേ. ഇങ്ങ എല്ലാവരും പോണ്ടേ എല്ലാ മങ്ങിലത്തും ഡ്രസ്സ് എടുക്കണു. എല്ലാത്തും പുതിയതാണ്. ഇതൊന്ന് പ്രദർശനാക്കുക. ആൾമാർ കാട്ടു നാണിതാ ബംഗാരിട്ടെ നാണതിട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ ബംഗാർ റായത്തങ്ക് കാട്ടുകൊള്ളതല്ല, നിന്റെ ഭർത്താവ് കാട്ടുകൊള്ളതാണ്. സൗന്ദര്യം മൗണ്ടമൊന്നൽ കാട്ടുകൊള്ളതാണ്. ഈ മങ്ങിലത്ത് പോണ്ട ഈ പ്രദർശനത്തിൽ ഉണ്ടായെങ്കിൽ എവിടെയാണ് ഈമാൻ? നഹ്നു ഖൗമുൻ പേരിന്നിട്ട് ഈമാനില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈമാനോടുകൂടെ നിന്റെ റബ്ബുടൊട്ടിയെ നാം ദ്വാർക്കുമ്പോ വലിയ സന്തോഷമാണ്. അല്ലാമ ഇഖ്ബാൽ എല്ലാവർക്കും കൊണ്ടുണ്ടു. അല്ലാമ ഇഖ്ബാൽ സാരേ ജഹാൻ സെ അച്ഛാ പാട്ടുണ്ടാക്കിയെങ്കത്തെ വലിയ നേതാവാണ്. അയാളെ മധു ഞാൻ ഇവിടെ ചൊന്നുകൊണ്ടുള്ളല്ല. പക്ഷേ അയാൾ ചൊന്നെങ്കത്തൊരു പലക്കൊണ്ടു. ഞാൻ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച്, ഞാൻ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച്, അവിടെ എല്ലാം പഠിച്ചപ്പ നിന്റെ സംസ്കാരത്തെ ഇല്ലാണ്ടാക്കൂ ലോകത്തൊരാൾക്കും സാധ്യമായിട്ടില്ലാണ്ട അയാൾ ചൊന്നുകൊണ്ടുള്ളേ. ദഖൽതു ഫീ ഉതൂനി തഅലീമിൽ ഗർബി, ഞാൻ പാശ്ചിമാത്യ ശിക്ഷണം കൊടുക്കുടെങ്കത്തെ യൂണിവേഴ്സിറ്റിക്കെല്ലാം പോയി പഠിച്ചിട്ട് പുറത്തു വരുമ്പോ ഞാൻ എങ്ങനെ പുറത്തു വന്നരെ കൊണ്ടുണ്ട. കമാ ഖറജ ഇബ്രാഹിമു മിന്നാരി നുംറൂദ്, നുംറൂദിനെ തീടെ ഇബ്രാഹിം അലൈഹിസ്സലാം പുറത്തു വന്ന പോലെ അത്ര വലിയ സാഹസാണ്. ലോകത്ത് ഈമാനോടെ ജീവിക്കണമെങ്കിൽ അത്ര വലിയ പണിയുണ്ട്. പാശ്ചാത്യ ഈ കോളേജിലും ഈ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചപ്പോൾ ഒന്നും നിന്റെ സംസ്കാരത്തെ ചേഞ്ച് ആക്കുക ആർക്കും സാധ്യമായിട്ടില്ല. ഞാനൊരു സംസ്കാരവും പണയം വെച്ചിട്ടില്ല. എന്റെ കാരണം ഞാൻ സുർമയിട്ടത് മദീനത്തെ സുർമാണ്. നിന്റെ കണ്ണിലുള്ളത് മദീനത്തെ സുർമാണ്. അഥവാ നിന്റെ ഖൽബിലുള്ളത് മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പിർസ നിന്റെ ഖൽബിലുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിർസ നിന്റെ ഖൽബിലുള്ളത് കൊണ്ട് ലോകത്തൊരാൾക്കും നിന്റെ സ്വപ്പാട്ടവും സാധ്യമായിട്ടില്ലാണ്ടാണ് അല്ലാമ ഇഖ്ബാൽ നൻപാക്കിക്കൊണ്ടുള്ളേ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഖുർആൻ നമുക്ക് തണ്ടെങ്കത്തെ ഏറ്റവും വലിയ സന്ദേശം. ഞങ്ങൾ എല്ലാവരും ഇസ്ലാമുക്ക് മടങ്ങണുണ്ട, ഞങ്ങൾ എല്ലാവരും ഈമാനുക്ക് മടങ്ങണു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ആണ്ട് നടക്കണെങ്കത്തെ ടൈമാണ്. ഞങ്ങളെ ഏറ്റവും വലിയ അഡ്രസ് വിലാസം എന്തിരേണ്ടി കേട്ടെങ്കിൽ അങ്ങ് നല്ല ഈമാൻ നിറഞ്ഞെങ്കത്തെ ആൾമാരാണ്. ഞങ്ങളെ ഖൽബിൽ അങ്ങ് ഈമാൻ നിറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ടൈമായി വന്നുകൊണ്ടുണ്ടു. ഞാൻ മരിക്കുമ്പോ നല്ല ഈമാനോടെ നിനക്ക് മരിക്കണു, നല്ല ഈമാൻ കിട്ടണു. മരിക്കുമ്പോ ഖൽബങ്ങ് ലംഘി മരിക്കണു. മരിക്കുന്ന ടൈമുൽ മലായിക്കത്ത് ചെല്ലണു. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ടാവാ, നിങ്ങൾ ദുഃഖിക്കണ്ടാട്ട് മലായിക്കത്ത് നല്ലൊട്ടിಗೆ വന്ന് ചേർന്നു. അങ്ങനെ ചെല്ലണുണ്ടായെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തൊരു സൗഭാഗ്യമാണ്. മരിക്കുമ്പോ മലായിക്കത്ത് നിന്റെ മുട്ട പറഞ്ഞു. ലോകത്തൊരാൾ നിന്റെ സ്റ്റേജിൽ വിളിച്ചില്ലെങ്കിലും വിഷയമേ അല്ല, ലോകത്തൊരു നോട്ടീസിൽ നിന്റെ പേരില്ലെങ്കിലും വിഷയമേ അല്ല, ലോകത്തൊരാൾ നിന്റെ ക്യാറാക്കില്ലവള, ഇൻസൾട്ടാക്കിയവള, പറഞ്ഞവള, പോവട്ട് പോയയില പോവട്ട്. പക്ഷേ ഞാൻ മരിക്കുമ്പോ സ്വാഗത ചെല്ലണു മലായിക്കത്ത്. ഞാൻ നേരത്തെ ഓതി ആയത്ത് വിശദീകരിക്കൂ നേരെയില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكه. അല്ലാഹ് ചെന്നങ്കത്തെ ആൾമാർ പഠിച്ചോണ്ട് പേര് ചെല്ലുമ്പോ നിന്റെ കണ്ണിലങ്ങ് തണ്ണി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുബൈ വാങ്ങിണ്ട് ലേറ്റാണ്, 5 ഗಂಟೆ കഴിഞ്ഞിട്ടാണ് ആയോണ്ടുള്ളേ. അതൊക്കെ മുന്നൊലെഞ്ചിട്ട് അല്ലാഹുടെ മുന്നിൽ കണ്ണ് നീരൊലിപ്പിക്കുക നിന്നെ കൊണ്ട് സാധ്യമാവണു. തന്റെ ഖൽബങ്ങ് പൊട്ടണു. ഈമാൻ കൊണ്ട് നിന്റെ കണ്ണിൽ ധാരധാരമായി തണ്ണി വന്നെങ്കിൽ മാത്ര നിന്റെ ഖൽബുടെ കൽകുക സാധ്യ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വെള്ളിയാഴ്ച ജാവാണ്. ആ നേതാവുടെ ഓർക്കണായെങ്കത്തെ ടൈമാണ്. ആ നേതാവുടെ ഓർക്കുമ്പോ നിന്റെ കണ്ണിലങ്ങ് തണ്ണി പറഞ്ഞു. സയ്യിദുനാ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ചെന്ന പോലെ ആ നേതാവുടെ സ്നേഹിച്ച് നിന്റെ കണ്ണിലങ്ങ് കണ്ണുനീർ വന്നോണ്ടുണ്ടു. അതങ്ങ് വണങ്ങിപ്പോയോണ്ടില്ലേ. ബുർദത്തെ തുടക്കവും അതല്ലേ. ഞങ്ങൾ ഖസീദത്തുൽ ബുർദാക്കിട്ട് പ്രോഗ്രാം ആക്കിയിട്ട് ശീരണി എടുത്തിട്ട് പോയെങ്കമയ്യാവലെ. ഖസീദത്തുൽ ബുർദത്തെ തുടക്കത്തിൽ കണ്ണീരാണ്. മദീനത്തെ നേതാവുടെ ഓർത്തിട്ട് കണ്ണിൽ തണ്ണി
വന്നുകൊണ്ടുണ്ടു. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി അംഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാളിമത്തിൻ വഔമദൽ ബർഖു ഫിൽ ളൽമാഇ മിൻ ഇളമി. ഇങ്ങനെ ചെന്നിട്ട് വഅസ്ബതൽ വജ്ദു ഖത്തൈ അബ്റത്തിൻ വദന, നിന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീർ വന്നിട്ട് 600 വർഷം കഴിഞ്ഞു വന്നെങ്കത്തെ ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു 600 വർഷം മുന്നൽ വഫാത്തായെങ്കത്തെ നേതാവിടെ ഓർത്തിട്ടു കണ്ണിലങ്ങ് കണ്ണുനീർ വന്നെങ്കത്തെ ഒരു ഒറിജിനൽ മൂമിൻ ആണ് ഒക്കുണ്ടായെങ്കിൽ പേടിക്കണ്ട പ്രിയപ്പെട്ട മൂമിനീങ്ങളെ. മരിക്കട സമയത്ത് മലായിക്കത്ത് വണ്ടാറ് അങ്ങ് ചെൽഡാറ് അല്ലാ തഖാഫു വലാ തഹ്സനു, നീ എന്നും പേടിക്കണ്ടാവാ, നീ എന്നും ദുഃഖിക്കണ്ടാവാ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനാക്കിയെങ്കത്തെ ഒരു സ്വർഗ്ഗമുണ്ടോ, ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ പോറുണ്ടാ ചൊന്നോണ്ടുള്ളേ. ഞാൻ റബീഉൽ അവൽ 13 മദീനത്തെ എയർപോർട്ടിൽ നിന്നിട്ട് മദീനത്തെ പള്ളിക്ക് പോകുമ്പോ ഒരു അറബിയുടെ ടാക്സിയിലാണ് ഞാൻ പോയില്ലേ. ആ സമയത്ത് ആ അറബിയുടെ മനസ്സിൽ മുഖത്തിൽ ഭയങ്കര ചിരിയാണ്, ഭയങ്കര കൊസിയാണ്. അയാളുടെ ഞാൻ കേൾക്കുമ്പോ എന്തേ സന്തോഷം? അയാൾ ചൊന്തും ഞങ്ങളെ റായത്താണ് സ്വർഗത്തെ ഒരു പീസുള്ളേ, സ്വർഗത്തെ പീസ് ഞങ്ങളെ റായത്ത് മദീനത്തിലുള്ള അല്ലേ. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് സ്വർഗത്തെ തോട്ട മദീനത്തിലാണുള്ളേ. അയാൾക്ക് ഭയങ്കര കൊസി. 3:30 ഗಂಟೆ സുബൈക്ക് അയാളെ മുഖത്ത് കണ്ടെങ്കത്തെ പുഞ്ചിരി നക്കി ഇപ്പോഴും മറക്കുക ഉള്ളേ. ഭയങ്കര കുസിയാണ്. അയാൾ ചൊല്ലെ നന്റെ കുസിരെ കാരണം ഞങ്ങൾ മദീനക്കാരാണ്, ആ മദീനത്തിലാണ് സ്വർഗത്തെ ഒരു പീസുള്ളേ. എന്നിട്ട് അയാൾ കൊസി കൊണ്ടു ചെന്ന പലകേന്ദ്ര കൊണ്ടുണ്ടാ ഫകൈഫൽ ജന്നത്തുൽ ഹഖീഖിയാണ്ട് അയാൾക്ക് എടുത്ത് ഈ ഒരു സ്വർഗത്തെ പീസിക്കുമ്പോ മദീനക്കാരായ ഞങ്ങൾക്ക് ഇത്ര കൊസി ഉണ്ടായെങ്കിൽ ഒറിജിനൽ സ്വർഗ പറഞ്ഞുകൊണ്ടല്ലേ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ നാളെ മരിച്ചു പോയാറുണ്ടായെങ്കിൽ ഈമാൻ കൊണ്ടുണ്ടായെങ്കിൽ മലായിക്കത്ത് സ്വർഗത്ത് തീർത്തുകൊണ്ട് യഥാർത്ഥ സ്വർഗത്തെ കൊസി എന്തായിട്ടിക്കോൺ അയാൾക്ക് കൊസി കൊണ്ട് തടയുകയുള്ള രോമാഞ്ചനാണ്. ഹിയ ജന്നത്തുൻ താബത് വതാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. അത് വല്ലാത്തൊരു സ്വർഗ്ഗമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നശിച്ചു പോവാത്ത അനശ്വരമായ സ്വർഗ്ഗങ്ങൾ സുഖങ്ങളുള്ള എങ്കത്തെ സ്വർഗ്ഗമാണ്. സൂറത്തുർ റഹ്മാൻ ഞങ്ങൾ ഓതണു, സൂറത്തുൽ വാഖിയ ഞങ്ങൾ ഓതണു, അതിന്റെ അർത്ഥം ഞങ്ങൾ പഠിക്കണു. സ്വർഗ്ഗത്തെ ഞങ്ങൾ കണ്ണട മുന്നിൽ ഡിസ്പ്ലേ ആക്കണെങ്കത്തെ സൂറത്താണത്. ആ സ്വർഗ്ഗത്തിൽ നിനക്ക് പോണു. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. ലോകത്തെന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കും നാളെ മരിക്കുമ്പോ മലക്ക് മർഹബാൻ നക്ക് ചെല്ലണു. ആ മലക്ക് നന്റൊട്ടിയെ വന്നിട്ട് മർഹബാൻ ചെന്നിട്ട് നിങ്ങൾ പേടിക്കണ്ടാണ്ട് നന്റെ വിളിച്ചു പോണു, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടു ചൊല്ലെങ്കത്തെ ഒരു സന്തോഷം മലായിക്കത്തര മുട്ടത്തെ ഉണ്ടാവണു. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടെ വന്നെങ്കത്തെ എല്ലാ ആണിങ്ങക് പെണ്ണിങ്ങക് ചെറിയങ്ങക് ബലിയങ്ങക് അള്ളാഹു വലിയ ബർക്കത്തേറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെല്ലാം പടച്ചോൻ പൊരുത്തപ്പെട്ടെങ്കത്തെ സാലിഹീങ്ങളിൽ ഞങ്ങൾ